ലെക്ചേഴ്സ് ആണല്ലോ. ഇന്ന് നമ്മൾ ജൂറിസ്പ്രുഡൻസിന്റെ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ് നോക്കുന്നത്. പലതരത്തിലുള്ള സ്കൂൾസുകൾ ഏതൊക്കെയാണ്, ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്കൂളുകൾ. ആ ഓരോ സ്കൂളുകളിലും ഓരോ ജൂറിസ്റ്റുകൾ, അതായത് ഓരോ സ്കൂളിനെയും സപ്പോർട്ട് ചെയ്ത വ്യക്തികളുണ്ട്. അവരൊക്കെ എന്താണ് പറഞ്ഞത് എന്നാണ് നോക്കുന്നത്. അപ്പൊ ജൂറിസ്പ്രുഡൻസിന്റെ ബാക്കി 2 ക്ലാസ്സസ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവർ ഒരു ബേസിക് ഡെഫിനിഷൻ പാർട്ടും എന്തൊക്കെയാണ് ജൂറിസ്പ്രുഡൻസ്, ലോയുടെ സോഴ്സസ് എന്നുള്ള ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടു നോക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കാട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ആണ്. ഇതിൽ നിന്ന് എന്തായാലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട് എൻട്രൻസ് എക്സാമിനേഷന്. അപ്പൊ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോഴേക്കും ഇതിൽ ചോദിക്കാറ് ഓരോരോ സ്കൂൾസ് വന്നിട്ട് അതിലെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളൊക്കെ ഇല്ലേ. ഇപ്പൊ നാച്ചുറൽ ലോ സ്കൂൾ ആണെങ്കിൽ ഈ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ജൂറിസ്റ്റുകൾ കാണും, വക്താക്കൾ കാണും. ആ ഒരു ജൂറിസ്റ്റുകളുടെ പേര് തന്നിട്ട് ഇയാൾ ഏത് സ്കൂളിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അയാളുടെ ബുക്ക് തന്നിട്ട് ഇത് ആരുടെ ബുക്കാണ്, അല്ലെങ്കിൽ ബുക്കിന്റെ പേര് ഇത് ആരുടെ ബുക്കാണ്, അല്ലെങ്കിൽ ഒരു കോട്ട് തരാം, എന്തെങ്കിലും ഒരു കൊട്ടേഷൻ മാർക്ക്. ആ ഒരു കോട്ട് തന്നതിന് ശേഷം ഇത് ആരുടെ കോട്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഏത് സ്കൂളിനെ സപ്പോർട്ട് ചെയ്ത്, അപ്പൊ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടാണ്. അപ്പൊ ആ ഒരു പോർഷൻ നമ്മൾ പഠിക്കണമെങ്കിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്കൂളുകളും ഈ സ്കൂളുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. എല്ലാവരെയും പഠിക്കാതെ ബേസിക് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തികൾ ഓരോന്നും സപ്പോർട്ട് ചെയ്യുന്ന ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്, വരാറുമുണ്ട് ജൂറിസ്പ്രുഡൻസിന്റെ ഏരിയ. സോ അപ്പൊ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളത് നോക്കാം. ഇപ്പൊ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസിൽ 5 സ്കൂളുകളാണുള്ളത്. 5 സ്കൂൾസ് ആണുള്ളത് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ച്. അതായത് ഇവര് പല വ്യൂ പോയിന്റിൽ നിന്ന് പല ജൂറിസ്റ്റുകൾ പറഞ്ഞേക്കും, അതായത് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് ഇപ്പൊ ഒരു ജൂറിസ്റ്റ് പറയുന്നത് അയാളുടെ അഭിപ്രായമായിരിക്കും, ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുന്നത് ഇതാണെന്ന്. മറ്റൊരു ജൂറിസ്റ്റ് പറയുന്നത് ഇതായിരിക്കും. അപ്പൊ അവര് ഇപ്പൊ ഒരു ടൈപ്പ് ഓഫ് വ്യൂ പോയിന്റിൽ പറഞ്ഞ എല്ലാവരും, അപ്പൊ എല്ലാവരും പറഞ്ഞ നാച്ചുറൽ ലോയിനെ സപ്പോർട്ട് ചെയ്തതാണ്, നേച്ചറിൽ നിന്നാണ് വന്നത്, അല്ലെങ്കിൽ ധാർമ്മികതയിൽ നിന്നാണ് ഈ പറയുന്ന നിയമം വന്നത്, അങ്ങനെയുള്ള നിയമമാണ് എക്സാക്ട്ലി നല്ല നിയമം, അല്ലാത്ത നിയമമൊക്കെ അസാധുവാണ് എന്നൊക്കെ പറയുന്ന കുറെ ആളുകളുണ്ടാവും. അപ്പൊ അത് നാച്ചുറൽ ലോ തിയറിയിൽ വരുന്നത്, അല്ലെങ്കിൽ നാച്ചുറൽ ലോ സ്കൂളിൽ വരുന്നത്. അവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആളുകളൊക്കെ കാണും. അപ്പൊ അവരെല്ലാരും കൂടി ഒരു സ്കൂള്. അടുത്തത് ഇപ്പൊ മറ്റൊരു സ്കൂൾ ഏതാ നമ്മൾ എടുക്കുക, അനാലിറ്റിക്കൽ സ്കൂൾ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സ്കൂൾ. ഹിസ്റ്റോറിക്കൽ സ്കൂൾ എന്ന് പറയുമ്പോൾ പറയുന്നത് ജസ്റ്റ് ഹിസ്റ്ററിയിൽ നിന്ന്, അതായത് ഇവോൾവ് ചെയ്ത് ഇങ്ങനെ ഗ്രോത്തായി ഇവോൾവ് ചെയ്ത് വന്നതാണ് എന്നുള്ളത് ഹിസ്റ്റോറിക്കൽ സ്കൂൾ വരും. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ വ്യക്തികൾ കാണും. അപ്പൊ അവർ സപ്പോർട്ട് ചെയ്ത് അവരവരുടെ ബുക്കുകളിലോ അല്ലെങ്കിൽ അവർ അതിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അപ്പൊ അവരുടെ ബുക്കുകളുടെ പേരുകൾ എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്, അങ്ങനെ ഓരോരുത്തരുടെയും പേരുകൾ അതിൽ നോക്കും. അവരെന്തൊക്കെയാ ഫേമസ് ആയിട്ട് അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെയാണ് കേട്ടോ, അതായത് ഓരോരുത്തരുടെയും വ്യൂ പോയിന്റുകൾ. അപ്പൊ ഒരേ കൈൻഡ് ഓഫ് രീതിയിൽ ചിന്തിച്ചിട്ടുള്ളവർ ഒരേ സ്കൂളുകളിലേക്ക് പറയുന്നതാണ് നമ്മൾ. നിങ്ങൾ ഈ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് പറയുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒരു ബേസിക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഒരേ വ്യൂ പോയിന്റിൽ ഇപ്പൊ നമ്മൾ ഒരേ വ്യൂ പോയിന്റിൽ ചിന്തിക്കുന്നവരൊക്കെ ഒരേ സ്കൂള്, മറ്റേ വ്യൂ പോയിന്റിൽ ചിന്തിക്കുന്നവരൊക്കെ ഒരു സ്കൂൾ. അപ്പൊ അങ്ങനെ പറയുന്നതാണ്. പക്ഷെ ഇവരെല്ലാവരും സ്പെസിഫിക് ആയിട്ട് എന്തൊക്കെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അവർ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും അവരുടെ ബുക്കുകളുടെ പേരെന്തായിരുന്നു ഇതിന്, അവരുടെ ആ ഒരു സപ്പോർട്ടിങ് വ്യൂ പോയിന്റ്, അവരുടെ ആ ഒരു വ്യൂ പോയിന്റ് എന്താണോ, ആ ഒരു വ്യൂ പോയിന്റ് അവർ എഴുതിയിരുന്നത് ഏത് ബുക്കിലായിരുന്നു, ആ ബുക്കിന്റെ പേരെന്താണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. സോ ഇതൊന്നും നിങ്ങൾ പേടിക്കണ്ട, ഇത് ജസ്റ്റ് ഞാനൊരു ബേസ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇത് എന്താ ഈ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരികയാണെങ്കിൽ ഓരോരുത്തരും അവരവരുടെ വ്യൂ പോയിന്റ്സിൽ പറയുന്നതാണ്. അപ്പൊ അതിൽ ആദ്യത്തേത് ഫിലോസഫിക്കൽ സ്കൂള് അല്ലെങ്കിൽ നാച്ചുറൽ സ്കൂള്. ഇതിന് മറ്റു പേരുമുണ്ട്, എത്തിക്കൽ സ്കൂൾ അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ സ്കൂൾ എന്നൊക്കെ പറയും. അപ്പൊ ഫിലോസഫിക്കൽ സ്കൂൾ എന്ന് ചോദിച്ചാലും നാച്ചുറൽ സ്കൂൾ എന്ന് ചോദിച്ചാലും അല്ലെങ്കിൽ എത്തിക്കൽ സ്കൂൾ എന്നൊക്കെ ചോദിച്ചാലും സെയിം തന്നെയാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു വ്യക്തിനെ തന്നിട്ട് ഈ ജൂറിസ്റ്റ് നാച്ചുറൽ സ്കൂളിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ പേര് നാച്ചുറൽ സ്കൂൾ എന്നുള്ളത് മേ ബി കേട്ടിട്ടില്ല, ഫിലോസഫിക്കൽ സ്കൂളിലാണ് കേട്ടേക്കണെങ്കിലും രണ്ടും സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. ഇപ്പൊ നാച്ചുറൽ സ്കൂൾ ആണെങ്കിലും ഫിലോസഫിക്കൽ സ്കൂൾ ആണെങ്കിലും എത്തിക്കൽ സ്കൂൾ ആണെങ്കിലും മെറ്റാഫിസിക്കൽ സ്കൂൾ ആണെങ്കിലും ഒക്കെ ഒന്ന് തന്നെയാണ്. നമ്മൾ 1 by 1 ആയിട്ട് നോക്കും. ഇതാണ് ഒന്നാമത്തെ സ്കൂളായിട്ട് പറയുന്നത്. രണ്ടാമത്തത് ഹിസ്റ്റോറിക്കൽ സ്കൂള്. ഹിസ്റ്റോറിക്കൽ ചരിത്രം, ഹിസ്റ്ററിയെ കണക്ട് ചെയ്ത് പറയുന്ന ഹിസ്റ്റോറിക്കൽ സ്കൂള്. ഇനി അനാലിറ്റിക്കൽ സ്കൂള് നോക്കാം. അനാലിറ്റിക്കൽ സ്കൂളിൽ എന്താ പറയുന്നത്, അനാലിറ്റിക്കൽ സ്കൂള്. മൂന്നാമത്തത് സോഷ്യോളജിക്കൽ സ്കൂള്, നാലാമത്തത് സോഷ്യോളജിക്കൽ സ്കൂള്. അഞ്ചാമത്തെ റിയലിസ്റ്റ് സ്കൂള്. ഇങ്ങനെ 5 സ്കൂളുകളാണ് ജൂറിസ്പ്രുഡൻസിനെ കുറിച്ച് പല ജൂറിസ്റ്റുകളും അവരുടെ വ്യൂ പോയിന്റുകൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഓരോ സ്കൂളുകളായിട്ട് തരം തിരിച്ചേക്കാണ്. അപ്പൊ ആ സ്കൂളുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റത്തത്
നാച്ചുറൽ ലോ സ്കൂളാണ്. അപ്പൊ ഈ 5 ഉണ്ട് നിങ്ങൾ പേര് പഠിച്ചിരിക്കുക. ദെൻ നാച്ചുറൽ ലോ സ്കൂള്. നാച്ചുറൽ ലോ സ്കൂള് എന്താണ് പറയുന്നത്, ഇത് എന്തിനെ കുറിച്ചാണ് ഈ നാച്ചുറൽ ലോ സ്കൂള് പറയുന്നത്, അത് ആദ്യം നോക്കുക. ഇതിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളായിരിക്കും, അവരെന്തൊക്കെയാ പറയുന്നത്, ഇനി അവരെന്തെങ്കിലും ഫേമസ് ബുക്ക് എഴുതിയിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ബുക്കിന്റെ ഫേമസ് പേരുണ്ടോ, അങ്ങനെയുള്ളതൊക്കെ നോക്കുക. അത്രയാണ് നിങ്ങൾ നോക്കേണ്ടുള്ളൂ. അപ്പൊ നാച്ചുറൽ ലോ സ്കൂൾ എന്ന് പറയുന്നത് മറ്റൊരു പേരിലും അറിയപ്പെടും. എന്താ പറഞ്ഞ, എത്തിക്കൽ സ്കൂള്, അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂള്, അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ സ്കൂള്. അപ്പൊ ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് എന്ത് തന്നെയാണ്, നാച്ചുറൽ ലോ സ്കൂൾ തന്നെയാണ്. ഫിലോസഫിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞാലും എത്തിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞാലും മെറ്റാഫിസിക്കൽ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാലും സെയിം തന്നെയാണ്, നാച്ചുറൽ ലോ സ്കൂൾ തന്നെയാണ്. നാച്ചുറൽ ആ വാക്കിൽ തന്നെ ഉണ്ട് എന്തോ ഒരു നാച്ചുറൽ ആണ്, ഓൾറെഡി നേച്ചറൽ ഇൻഹെറന്റർ ആണ്. അപ്പൊ ഈ പറയുന്ന നാച്ചുറൽ ലോ സ്കൂള് അവര് സപ്പോർട്ട് ചെയ്തിരുന്നത് ലോ എന്ന് പറയുന്നത് ജസ്റ്റ് ആയിരിക്കണം, ഫെയർ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം. അത് എത്ര ഫെയർ ആയില്ല എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവിടെ ഒരു ന്യായവും നീതിയും ഒക്കെ റീസണബിൾ ഒക്കെ ആയിരിക്കണം. അപ്പൊ അതിന് എന്ത് വേണമെന്നാ പറഞ്ഞേക്കുന്നത്, റീസണും ലോയും കൂടി തമ്മിൽ കണക്ട് ചെയ്തിട്ടാ പറഞ്ഞേക്കണം. ലോ ആൻഡ് റീസൺ. റീസൺ മീൻസ് ഇവർ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ആയിട്ടുള്ളയും ഫെയർ ആയിട്ടുള്ളയും റീസണബിൾ ആയിട്ടുള്ളയും കുറച്ച് പ്രിൻസിപ്പിൾസ് അവിടെ വേണം. അതായത് ധാർമ്മികതയൊക്കെ വേണമെന്ന് പറയില്ലേ, മൊറാലിറ്റി. അപ്പൊ നിയമത്തിൽ എപ്പോഴും അവിടെ മൊറാലിറ്റി ഉണ്ട്, ധാർമ്മികത ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് ഈ നാച്ചുറൽ ലോ സ്കൂള് പറഞ്ഞത്. റീസൺസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് നാച്ചുറൽ ലോ സ്കൂള് പറഞ്ഞിട്ടുള്ളത്. നാച്ചുറൽ ലോ സ്കൂൾ ബേസിക്കലി അവരുടെ ഒരു വ്യൂ പോയിന്റ് അല്ലെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളൊക്കെ പറഞ്ഞത് ലോ എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ റീസൺസ് ആണ്. റീസൺസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ആ പ്രിൻസിപ്പിൾസ് എങ്ങനെയുള്ളതാണ്, ജസ്റ്റ് ആയിട്ടുള്ളതായിരിക്കണം, ദെൻ ഫെയർ ആയിട്ടുള്ളതായിരിക്കണം, റീസണബിൾ ന്യായപരമായിട്ടുള്ള രീതിയിലൊക്കെ ആയിരിക്കണം. അപ്പൊ ലോയെയും റീസണെയും, ലോ ആൻഡ് റീസൺ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് പറഞ്ഞ ഒരു സ്കൂളായിരുന്നു നാച്ചുറൽ ലോ സ്കൂൾ എന്ന് പറയുന്നത്. ഇനി ഇവര് സപ്പോർട്ട് ചെയ്തത് എന്തിനാണ്, മോറൽ തിയറി ഓഫ് ജൂറിസ്പ്രുഡൻസ്. അപ്പൊ ജൂറിസ്പ്രുഡൻസിന്റെ മോറൽ ആയിട്ടുള്ള ഒരു തിയറി അല്ലെങ്കിൽ ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു തിയറിയെ കുറിച്ചാണ് ഈ നാച്ചുറൽ ലോ സ്കൂള് പറഞ്ഞിരുന്നത്. ലോ ഷുഡ് ബി ബേസ്ഡ് ഓൺ മോറൽ ആൻഡ് എത്തിക്സ്, അല്ലെങ്കിൽ മോറൽസിനെയും എത്തിക്സിനെയും ബേസ് ചെയ്തിട്ടില്ല. അവിടെ ഒരു എത്തിക്സ് വേണം, ഒരു ന്യായം വേണം, നീതി വേണം എന്നൊക്കെ നമ്മൾ പറയില്ല, ഒരു ധാർമ്മികത വേണം എന്നൊക്കെ. അപ്പൊ അങ്ങനെയുള്ള മോറൽസും എത്തിക്സിന്റെ ഒക്കെ ബേസിലായിരിക്കണം നിയമം എന്ന് പറയുന്നത്. ഇനിയിപ്പോ സപ്പോസ് ഈ പറയുന്ന എത്തിക്സും മോറൽസിനെയും ബേസ് ചെയ്യാത്ത ഒരു നിയമമാണെങ്കിൽ അത് അസാധുവാണ് എന്നാണ് ആര് പറയുന്നത്, ഈ നാച്ചുറൽ ലോ സ്കൂൾ പറഞ്ഞത്. അത് വാലിഡ് ആവില്ല, അതിന് നിയമപ്രകാരം ഒരു വാലിഡിറ്റി പ്രാബല്യം കൊടുക്കാൻ പറ്റില്ല എന്നാണ് നാച്ചുറൽ ലോ സ്കൂൾ പറഞ്ഞത്. അപ്പൊ ഇവരുടെ ഒരു വ്യൂ പോയിന്റ് എന്ന് പറയുന്നത്, നാച്ചുറൽ ലോ സ്കൂളിൽ കുറെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളുണ്ട്. അപ്പൊ അവരെല്ലാവരും പറയുന്നത് ഇങ്ങനെയാണ്, നാച്ചുറൽ ലോ സ്കൂള് അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ലോ എന്ന് പറയുന്നത് റീസന്റെ ബേസ്ഡ് ആയിരിക്കണം. അപ്പൊ റീസൺ എന്ന് പറയുന്നത് എന്താ, കുറച്ച് പ്രിൻസിപ്പിൾസ്. എങ്ങനെയുള്ള പ്രിൻസിപ്പിൾസ്, ജസ്റ്റ് ആയിട്ടുള്ളതും റീസണബിൾ ആയിട്ടുള്ളതും ഫെയർ ആയിട്ടുള്ളതും പ്രിൻസിപ്പിൾസ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു മോറൽ ആയിട്ടുള്ള വ്യൂ പോയിന്റിനെ കുറിച്ചാണ് നാച്ചുറൽ ലോ സ്കൂള് പറഞ്ഞത്. അപ്പൊ ലോ എന്ന് പറയുന്ന ഈ മോറൽസിനെ എത്തിക്സിന്റെ ഒക്കെ ബേസിസിലായിരിക്കണം. അപ്പൊ ആ എത്തിക്സിന്റെ മോറൽസിന്റെ ഒന്നും ബേസിസിലല്ല അവിടെ ലോ എങ്കിൽ ലോ എന്തായിരിക്കും, ഇഫ് എനി ലോ ഈസ് എഗനിസ്റ്റ് ദ നാച്ചുറൽ ലോ. ഈ പറയുന്ന നാച്ചുറൽ ലോ എന്താ, എത്തിക്സിനെ മോറൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ലോ ആണ് നാച്ചുറൽ ലോ. അപ്പൊ ഈ നാച്ചുറൽ ലോ എന്ന് പറയുന്നത്, നാച്ചുറൽ ലോയ്ക്ക് എഗനിസ്റ്റ് ആണ് ഏതെങ്കിലും ഒരു നിയമമെങ്കിൽ അത് എന്തായിരിക്കും എന്നാ പറഞ്ഞത്, ഇറ്റ് ഈസ് നോട്ട് വാലിഡ്. എന്നാ പിന്നെ അത് എന്തായിരിക്കില്ല, വാലിഡ് ആയിരിക്കില്ല, അതിന് പ്രാബല്യം ഇല്ല, അത് അസാധുവാണെന്നുള്ള രീതിയിലാണ് ഈ നാച്ചുറൽ ലോ സ്കൂളിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളൊക്കെ പറഞ്ഞിരുന്നത്. അവരുടെ വ്യൂ പോയിന്റ് അതാ. അപ്പൊ എവറി ലോ ഷുഡ് ബി ഫെയർ, ജസ്റ്റ് ആൻഡ് റീസണബിൾ. അപ്പൊ അതെന്താ, ജസ്റ്റും ഫെയറും റീസണബിളും ആയിട്ടുള്ള ലോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ, അവിടെ ധാർമ്മികത വേണം. ദാറ്റ് മീൻസ് അത് നാച്ചുറൽ ലോ ആണെന്നാ. നാച്ചുറൽ ലോ എന്താണെന്ന് ഇവർ പറഞ്ഞിരിക്കുന്നതാണ്, അവിടെ ധാർമ്മികത വേണം, ഫെയർ ആയിരിക്കണം, റീസണബിൾ ആയിരിക്കണം എന്ന്. സോ എല്ലാ ലോയും ഈ പറയുന്ന നാച്ചുറൽ ലോ ആയിരിക്കണം. നാച്ചുറൽ ലോ അല്ലാത്ത നിയമങ്ങളൊക്കെ എന്തല്ല, വാലിഡ് അല്ല എന്നാണ് ഈ നാച്ചുറൽ ലോ അല്ലെങ്കിൽ എത്തിക്കൽ ലോ അല്ലെങ്കിൽ മെറ്റാഫിസിക്കൽ ഫിലോസഫിക്കൽ ലോ എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള സ്കൂള് എന്ന് പറയുന്ന സ്കൂള് പറയുന്നത്. ഇപ്പൊ നാച്ചുറൽ ലോ സ്കൂളിന്റെ വ്യൂ പോയിന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ, എത്തിക്കൽ ആയിട്ടുള്ള വാല്യൂസിന്റെ ബേസിസിലുള്ളതായിരിക്കണം ലോ എന്ന് പറയുന്നത്. ലോയെയും റീസണെയും തമ്മിൽ കണക്ട് ചെയ്താണ് പറഞ്ഞത്. ലോ എന്ന് പറയുന്നത് എന്തിന് ബേസിലായിരിക്കണം, എത്തിക്കൽ ആയിട്ടുള്ള കുറച്ച് വാല്യൂസ്, അവിടെ കുറച്ച് ധാർമ്മികതയും മൊറാലിറ്റി എത്തിക്സ് ഒക്കെ വേണമെന്നാ പറയുന്നത്. അങ്ങനെ അതൊന്നും ഇല്ലാത്ത ഒരു ലോ ആണ് എങ്കിൽ, ഈ നാച്ചുറൽ ലോ അല്ലാത്ത ഒരു ലോ ആണെങ്കിൽ അതെന്തായി പോവും, വാലിഡ് ആകില്ല, അതിന് പ്രാബല്യം ഉണ്ടാവില്ല എന്നാണ് നാച്ചുറൽ ലോ സ്കൂള് പറയുന്നത്. അപ്പൊ അവിടെ ലോയും മൊറാലിറ്റിയും വേണം, അല്ലെങ്കിൽ ലോയ്ക്കകത്ത് കുറച്ച് എത്തിക്കൽ വാല്യൂസ് വേണം എന്നൊക്കെയാണ് നാച്ചുറൽ ലോ സ്കൂള് പറഞ്ഞത്. അപ്പൊ നാച്ചുറൽ ലോ സ്കൂളിന്റെ മറ്റു പേരുകൾ ഓർക്കുക, ലോയും റീസണെയും തമ്മിൽ കണക്ട് ചെയ്ത് പറഞ്ഞത്. അതായത് ലോ ആൻഡ് മൊറാലിറ്റി ഈ പറയുന്ന കുറച്ച് ബേസിക് പ്രിൻസിപ്പിൾസ്. എങ്ങനെയുള്ള ബേസിക് പ്രിൻസിപ്പിൾസ്, ജസ്റ്റും ഫെയറും റീസണബിളും ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്. ആൻഡ് ഓൾസോ എത്തിക്കൽ വാല്യൂസിന്റെ ബേസിലായിരിക്കണം ലോ. അങ്ങനെയല്ലെങ്കിൽ ആ ലോ എന്തായി പോകുന്ന പറഞ്ഞാൽ വാലിഡ് ആവാതെ പോകും.
ഇനി ആരൊക്കെയാണ് ഈ നാച്ചുറൽ ലോ, ഈ പറയുന്ന കോൺസെപ്റ്റ് ഇങ്ങനെ ആയിരിക്കണം നിയമം എന്ന് പറഞ്ഞ ഈ ഒരു സ്കൂളിനെ സപ്പോർട്ട് ചെയ്തവർ ആരൊക്കെയായിരുന്നു? ഇതേ വ്യൂ പോയിന്റ് ഉള്ള വ്യക്തികൾ ആരൊക്കെയായിരുന്നു? സെയിം അഭിപ്രായം ഉള്ളത്. അപ്പൊ ആ സെയിം അഭിപ്രായമുള്ള വ്യക്തികൾ അവർ ഏതൊക്കെ രീതികളിൽ എന്തൊക്കെയോ പറഞ്ഞത് അതാണ് നമ്മൾ നോക്കുന്നത്. നാച്ചുറൽ ലോ സ്കൂളിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തികൾ, ജൂറിസ്റ്റുകളുടെ പേരുകളാണ് അവരെന്തൊക്കെയാ പറഞ്ഞതെന്ന് നോക്കാം. സപ്പോർട്ടേഴ്സ് ആണ്. എന്തിനെ സപ്പോർട്ട് ചെയ്ത്? നാച്ചുറൽ ലോ സ്കൂളിനെ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ലോ സ്കൂളിനെ സപ്പോർട്ട് ചെയ്തവരാണ് ഈ പറയുന്ന ആളുകളൊക്കെ. ഒരുപാട് പേരുണ്ട്. തോമസ് അക്വിനാസ്, ജോൺ ലോക്ക്, തോമസ് ഹോബ്സ്, ഹ്യൂഗോ ഗ്രേഷ്യസ്, ഇമാനുവൽ കാന്റ്, പിന്നെ അതുപോലെ തന്നെ ഹെഗല്, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, അങ്ങനെ ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടവരൊക്കെ പേരുകളും അവർ കൊണ്ടുവന്ന ആ ഒരു കോൺട്രിബ്യൂഷൻസ് അവർ പറയുന്നത് എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പൊ ആദ്യം ഈ ഒരു നാച്ചുറൽ ലോ സ്കൂൾ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള ലോ സ്കൂളിനെ അല്ലെങ്കിൽ എത്തിക്കൽ ലോ സ്കൂളിനെ ഒക്കെ സപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ഒരു വ്യക്തിയുടെ പേര് നമ്മൾ നോക്കുന്നത് തോമസ് അക്വിനാസ്. ഇവരെല്ലാവരും സപ്പോർട്ട് ചെയ്തവരാണ്. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് തോമസ് അക്വിനാസ് ആണ്. തോമസ് അക്വിനാസ് എന്ന് പറയുന്നത്, തോമസ് അക്വിനാസ് പറഞ്ഞത് ഇങ്ങനെയാണ്: ലോ ഇൻ ഓൾ ഇറ്റ്സ് മാനിഫെസ്റ്റേഷൻ ഓഫ് ലോസ് അൾട്ടിമേറ്റ്ലി ഫ്രം ഡിവൈൻ റീസൺ. ഡിവൈൻ റീസൺ മീൻസ് ഏതോ ഒരു അതോറിറ്റി, അതായത് ഗോഡ് പറയുന്ന പോലെ അങ്ങനെ ഒരു ഡിവൈൻ ആയിട്ടുള്ള റീസണിൽ നിന്നും, ഒരു ഗോഡ് പറയുന്ന പോലെയൊക്കെ ഉള്ള കുറച്ച് പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലുള്ളതാണ് ഈ ലോ എന്ന് പറയുന്നത്. അപ്പൊ ലോ എന്ന് പറയുന്ന അൾട്ടിമേറ്റ്ലി ഫ്രം എവിടെ നിന്നാണ്? അൾട്ടിമേറ്റ്ലി ഫ്രം ഡിവൈൻ റീസൺ. അതായത് അവിടെ ഒരു അതോറിറ്റി, ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾസിന്റെ ബേസിസിൽ അവിടെ ഒരു ധാർമ്മികത ഉണ്ട്. അപ്പൊ ഡിവൈൻ ആയിട്ടുള്ള കുറച്ച് റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ ഡിവൈൻ ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസിന്റെ ബേസിസിലുള്ളതാണ് ഈ ലോ. അവിടെ നിന്നാണ് അൾട്ടിമേറ്റ്ലി ലോ വരുന്നത് എന്നാണ് തോമസ് അക്വിനാസ് പറഞ്ഞത്. അപ്പൊ ലോ എവിടെ നിന്നാണ് ഫ്ലോ ചെയ്ത് വരുന്നത്? അൾട്ടിമേറ്റ്ലി ഫ്രം ദ ഡിവൈൻ റീസൺ. അപ്പൊ ഡിവൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഗോഡിൽ നിന്നൊക്കെ വരുന്നു, നാച്ചുറലി വരുന്നു എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ഡിവൈൻ ആയിട്ടുള്ള ഒരു റീസണിൽ നിന്ന്, പ്രിൻസിപ്പിൾസിൽ നിന്നാണ് ലോ അൾട്ടിമേറ്റ്ലി വരുന്നത് എന്നാണ് തോമസ് അക്വിനാസ് പറഞ്ഞത്. അപ്പൊ നാച്ചുറൽ ലോയിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു, അല്ലെങ്കിൽ എത്തിക്സിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ബുക്കാണ് സുമാ തിയോളജിക്ക. അതൊന്ന് വായിച്ചു നോക്കണം. സുമാ തിയോളജിക്ക. ആ വേർഡ് വായിക്കണം കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ണു നോക്കി പോകുകയാണ് ആ ഒരു പേരൊന്ന് നിങ്ങളുടെ കണ്ണിൽ കൂടി ഒന്ന് കണ്ടുപോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അത് ഓപ്ഷനിൽ കാണുമ്പോൾ എഴുതാൻ പറ്റും. അപ്പൊ തോമസ് അക്വിനാസിന്റെ ബുക്കാണ് സുമാ തിയോളജിക്ക എന്ന് പറയുന്നത്. തിയോളജിക്ക. ഈ ബുക്കിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എവറി ലോ ഫ്രെയിംഡ് ബൈ മാൻ, അതായത് മനുഷ്യർ ഫ്രെയിം ചെയ്തെടുക്കുന്ന എല്ലാ നിയമങ്ങളും bears the character of law exactly to the extent of which it is derived from the law of nature. അതായത് പ്രകൃതിയിൽ നിന്നും അല്ലെങ്കിൽ നേച്ചർ വഴിയായിട്ട്, എത്തിക്സ് ധാർമ്മികതയൊക്കെ വഴിയായിട്ട് ഓൾറെഡി നേച്ചറിൽ നിന്നും വന്നിട്ടുള്ള നിയമങ്ങളിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളത്, അതായത് നേച്ചറിൽ ഓൾറെഡി ഉള്ള നിയമങ്ങളിൽ നിന്നും ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള നിയമങ്ങളാണ് ഇപ്പൊ മനുഷ്യനുണ്ടാക്കുന്ന എല്ലാ നിയമങ്ങളും, അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള എല്ലാ നിയമങ്ങളും നേച്ചറിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ള, നാച്ചുറൽ ലോയിൽ നിന്ന് തന്നെ, ലോ ഓഫ് നേച്ചറിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുത്തിട്ടുള്ളതാണ്, ഉത്ഭവിച്ച് വന്നിട്ടുള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സോ അദ്ദേഹം ഒരു നാച്ചുറൽ ലോ തിയറി അല്ലെങ്കിൽ നാച്ചുറൽ ലോ സ്കൂളിനെ, എത്തിക്കൽ ലോ സ്കൂളിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ബുക്ക് ഓർക്കുക, എന്താണ് പറയുന്നതെന്ന് ഓർക്കുക. ഡിവൈൻ റീസണിൽ നിന്നാണ് വന്നത് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ജോൺ ലോക്ക് ആണ്. അപ്പൊ ജോൺ ലോക്ക് എന്താ പറയുന്നതെന്ന് വെച്ചാൽ അദ്ദേഹം ഈ 3 കാര്യങ്ങളെ കോൺസെൻട്രേറ്റ് ചെയ്ത്, റൈറ്റ് ടു ലൈഫ്, ഇത് റൈറ്റ് ടു ആണ്, എഴുതാത്താണ്, റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ലിബർട്ടി, ഇങ്ങനെ 3 റൈറ്റുകൾ, ലൈഫിനുള്ള റൈറ്റ്, പ്രോപ്പർട്ടിക്കുള്ള റൈറ്റ്, ലിബർട്ടി, സ്വാതന്ത്ര്യം, ഇങ്ങനെ 3 റൈറ്റുകളും അവകാശങ്ങളും ഒരു വ്യക്തിയുടെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴാണ്, അതായത് വ്യക്തികളുടെയൊക്കെ ഈ റൈറ്റ് ടു ലൈഫും പ്രോപ്പർട്ടിയും റൈറ്റ് ടു ലിബർട്ടി, റൈറ്റ് ടു ലൈഫ്, റൈറ്റ് ടു പ്രോപ്പർട്ടി, റൈറ്റ് ടു ലിബർട്ടി, ഇത് വ്യക്തികളുടെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യുമ്പോഴാണ്, അതായത് സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യുമ്പോഴാണ് അവിടെ സോഷ്യൽ ജസ്റ്റിസ് നടപ്പിലാക്കുന്നത് എന്നാണ് ജോൺ ലോക്ക് പറഞ്ഞത്. ഈ 3 കാര്യങ്ങൾ റൈറ്റ്സ് അവിടെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തിയറി ആയിരുന്നു. ഓൾറെഡി ഈ തിയറി പ്രിപ്പൗണ്ട് ചെയ്തെടുത്തത് തോമസ് ഹോബ്സ് ആണ്. തോമസ് ഹോബ്സ് എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് പറയുന്ന വ്യക്തിയാണ് ഇത് പ്രിപ്പൗണ്ട് ചെയ്ത് കൊണ്ടുവന്നത് ഈ തിയറി. പക്ഷെ ഇദ്ദേഹമാണ്, ജോൺ ലോക്കാണ് പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് അതൊന്നും കൂടി എന്താ പറയുക, അതിൽ കുറച്ച് മെച്ചപ്പെട്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഡെവലപ്പ് ചെയ്തെടുത്തത് ജോൺ ലോക്ക് ആയിരുന്നു. അപ്പൊ ആ തിയറിയുടെ പേരാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി. ആരാണ് സോഷ്യൽ കോൺട്രാക്ട് തിയറി ഡെവലപ്പ് ചെയ്തെടുത്തതെന്ന് ചോദിച്ചാൽ ജോൺ ലോക്കാണ്. പ്രിപ്പൗണ്ട് ചെയ്ത വ്യക്തി തോമസ് ഹോബ്സ് ആണ് കേട്ടോ. തോമസ് ഹോബ്സ് ആണ് ഇത് പ്രിപ്പൗണ്ട് ചെയ്ത് കൊണ്ടുവന്നത്. ഡെവലപ്പ് ചെയ്തെടുത്ത വ്യക്തി ജോൺ ലോക്കാണ്. അപ്പൊ ജോൺ ലോക്ക് പറയുന്നത് ഇങ്ങനെയാണ്: ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത്
ജനങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം, ആ സൊസൈറ്റിയുടെ ആ ഒരു ബെനിഫിറ്റിന് വേണ്ടി, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നമ്മളൊരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ട് ജീവിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് മോറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ്, അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മോറൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ്, ഡ്യൂട്ടീസ് നമ്മൾ മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. ആസ് എ കോൺട്രാക്ട് പോലെ, ഒരു കോൺട്രാക്ട് പോലെ തന്നെ, ഒരു എഗ്രിമെന്റ് പോലെ തന്നെ നമ്മൾ ഒരു സൊസൈറ്റിയിൽ കൂട്ടമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ അവിടെ കുറച്ച് മോറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള കുറച്ച് ഒബ്ലിഗേഷൻസും ഒക്കെ കടമകളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാനായിട്ടുണ്ട്, പിന്തുടർന്ന് പോരാനായിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു സോഷ്യൽ കോൺട്രാക്ട് തിയറി. നിങ്ങൾ അത്രയൊന്നും പോകണ്ട, ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. ജോൺ ലോക്ക് സോഷ്യൽ കോൺട്രാക്ട് തിയറി ഡെവലപ്പ് ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ് ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ്, ടു ട്രീറ്റീസ് ഓഫ് ഗവൺമെന്റ് എന്ന് പറയുന്ന ബുക്ക്. അദ്ദേഹം ഈ 3 റൈറ്റ്സിനെയാണ് സപ്പോർട്ട് ചെയ്തത്, ലൈഫ്, പ്രോപ്പർട്ടി, ലിബർട്ടി. ഈ 3 റൈറ്റ്സും മനുഷ്യരുടെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് എങ്കിൽ അവിടെ എന്തുണ്ടാകും, സോഷ്യൽ ജസ്റ്റിസ്. ഓക്കെ, സോഷ്യൽ ആയിട്ടുള്ള ഒരു ജസ്റ്റിസ് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഇപ്പൊ ജോൺ ലോക്ക് നാച്ചുറൽ ലോ തിയറിയെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തിയായിരുന്നു. ദെൻ അടുത്ത് നമ്മൾ നോക്കുന്നത് തോമസ് ഹോബ്സ്. തോമസ് ഹോബ്സ് എന്ന് പറയുന്നത്, തോമസ് ഹോബ്സ് പറഞ്ഞത് ഇങ്ങനെയാണ്, ലോസ് ഓഫ് നേച്ചർ ആർ ഡിവൈൻ ലോസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രകൃതിയിലുള്ള നിയമങ്ങൾ അല്ലെങ്കിൽ ലോ ഓഫ് നേച്ചർ വഴിയായിട്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ഓൾറെഡി അവിടെ ഇൻഹെറിറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് ഡിവൈൻ ലോസ്. ഡിവൈൻ ലോ എന്ന് പറഞ്ഞാൽ എന്താ, ഡിവൈൻ ആയിട്ടുള്ള ഒരു അതോറിറ്റി പറയുന്നു, അല്ലെങ്കിൽ ഈ ഗോഡ് പറഞ്ഞിട്ടുള്ള ലോസ് ആണ് നാച്ചുറൽ ലോസ് എന്നൊക്കെ പറയില്ലേ, ധാർമ്മികതയില്ല. അപ്പൊ അതുപോലെ തന്നെ ലോസ് ഓഫ് നേച്ചർ എന്ന് പറയുന്നത് ഡിവൈൻ ആയിട്ടുള്ള ലോസ് ആണ് എന്ന് പറയുന്നത് തോമസ് ഹോബ്സ് ആണ്. അപ്പൊ ഈ സോഷ്യൽ കോൺട്രാക്ട് തിയറി ഫോളോ ചെയ്തതും ആര് തന്നെയാ, പ്രിപ്പൗണ്ട് ചെയ്തതും ആര് തന്നെയാ, തോമസ് ഹോബ്സ് ആണ് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹം ഇത് തന്നെ പറയുന്നത്, നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുന്ന സമയത്ത് ഒരു കോൺട്രാക്ട് പോലെ തന്നെ അല്ലെങ്കിൽ ഒരു എഗ്രിമെന്റ് പോലെ തന്നെ ജനങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, അവിടെ കുറച്ച് മോറൽ ആയിട്ടുള്ള വാല്യൂസ് അല്ലെങ്കിൽ കുറച്ച് മോറൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് അവർ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് പറയുന്നത്. അപ്പൊ അതായത് ഈ ഒരു ഡിവൈൻ ആയിട്ടുള്ള ലോസ് ആണ് നമ്മൾ മസ്റ്റ് ആയിട്ട് എല്ലാവരും ഫോളോ ചെയ്യണം. ആ ഡിവൈൻ ലോസ് നമ്മളെ എന്തിലേക്കാണ് നയിക്കുന്നത്, നന്മയിലേക്കാണ്, ഗുഡിലേക്കാണ് നയിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഹി ഓൾസോ സപ്പോർട്ട് ചെയ്യുന്നത് നാച്ചുറൽ ലോന് തന്നെയാണ്. അപ്പൊ ഈ ലോസ് ഓഫ് നേച്ചറിലെ ലോസ് എന്ന് പറയുന്നത് ഡിവൈൻ ലോസ് ആണ് എന്ന് പറയുന്ന ആ കോൺസെപ്റ്റ് ആണ്, ഇദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ലിവിത്തൻ കോൺസെപ്റ്റ്, LEVIATHA, ലിവിത്തൻ കോൺസെപ്റ്റ് കേട്ടോ, കോൺസെപ്റ്റ്. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന, ലിവിത്തൻ എന്ന് പറഞ്ഞ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന തോമസ് ഹോബ്സ് ആണ്. അപ്പൊ അത് നോക്കാം. ഇനി ഇദ്ദേഹം പറഞ്ഞ എന്താ, ഓൾ ഹ്യൂമൻസ് ആർ ബൗണ്ട് ബൈ ദം, എന്ത്, ഈ പറയുന്ന ഡിവൈൻ ലോസ്. അപ്പൊ നേച്ചർ ലോസ് എന്ന് പറയുന്നത് ഡിവൈൻ ആയിട്ടുള്ള ലോസ്. ആ ഡിവൈൻ ലോസ് എല്ലാവരും എന്ത് ചെയ്യണം, ബൗണ്ട് ചെയ്യണം. അതല്ലേ സോഷ്യൽ കോൺട്രാക്ട് തിയറി പറയുന്നത്. കുറച്ച് മോറൽ ആയിട്ടുള്ള ഒബ്ലിഗേഷൻസ് അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് സൊസൈറ്റിയിൽ ജീവിക്കുന്ന എല്ലാവരും അത് ഫോളോ ചെയ്യണം, ഒരു കോൺട്രാക്ട് പോലെ തന്നെ. അതാണ് ഇവിടെ പറയുന്ന എല്ലാ ഹ്യൂമൻസും ഈ ഡിവൈൻ ലോസ് ഫോളോ ചെയ്യണം. ബൗണ്ട് എന്ന് പറഞ്ഞാൽ നിർബന്ധിതരാണ് ചെയ്യാനായിട്ട്. ആൻഡ് ലോസ് ഓഫ് നേച്ചർ ഡയറക്ട് ദ വേ ടു ഗുഡ്. ഈ പറയുന്ന ലോസ് ഓഫ് നേച്ചർ നമ്മൾ എന്തിലേക്ക് ഡയറക്റ്റ് ചെയ്യും, നയിക്കും, ഗുഡിലേക്ക്, നല്ലതിലേക്കുള്ള ഒരു വഴിയാണ് അവിടെ നയിക്കുന്നത്. അതെല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ് എന്ന് തന്നെയാണ് തോമസ് ഹോബ്സും പറഞ്ഞിട്ടുള്ളത്. തോമസ് ഹോബ്സിന്റെ കാര്യം ഓർക്കാം. അടുത്തത് ഹ്യൂഗോ ഗ്രേഷ്യസ് ആണ് 4ാമത് നമ്മൾ നോക്കുന്നത്. ഹ്യൂഗോ ഗ്രേഷ്യസിനെയാണ് നമ്മൾ ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. അപ്പൊ ആരാണ് ഫിലോസഫിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിന്റെ ഫാദർ എന്നൊക്കെ ചോദിച്ചാൽ ഹ്യൂഗോ ഗ്രേഷ്യസിനെയാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഹ്യൂഗോ ഗ്രേഷ്യസ്, അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ് ഡി ജൂറെ ബെല്ലി ആറ്റ് പാസിസ്. ഡി ജൂറെ ബെല്ലി, കാണാപ്പാടം പഠിക്കേണ്ട, ജസ്റ്റ് ആ പേരൊന്ന് നോക്കി പോവാ. ഇത് ഹ്യൂഗോ ഗ്രേഷ്യസിനെ നോക്കാം, ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ആക്കണം. ഡി ജൂറെ ബെല്ലി ആറ്റ് പാസിസ് എന്ന് പറയുന്ന ബുക്ക് അദ്ദേഹത്തിന്റെയാണ്, ഹ്യൂഗോ ഗ്രേഷ്യസിന്റെ. 1625 1625 പബ്ലിഷ് ചെയ്ത ബുക്കാണ്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളൂ, ലോ ഓഫ് വാർ ആൻഡ് പീസ്. ദ ലോ ഓഫ് വാർ ആൻഡ് പീസ് എന്നാണ് അതിന്റെ മീനിങ്. ഹ്യൂഗോ ഗ്രേഷ്യസ് പറഞ്ഞ എന്താന്ന് വെച്ചാൽ, മോറൽ വാല്യൂസ് അല്ലെങ്കിൽ ഈ എത്തിക്കൽ വാല്യൂസ് എന്നൊക്കെ പറയുന്നത് എല്ലാവരെയും ഒരുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് എല്ലാ സോഷ്യൽ ക്രിയേച്ചേഴ്സിനെ, അതായത് ഇപ്പൊ ഇവൻ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, നോൺ ക്രിസ്ത്യൻസ് ആയിക്കോട്ടെ, അങ്ങനെ സൊസൈറ്റിയിലുള്ള എല്ലാ ക്രിയേച്ചേഴ്സിനെയും, എല്ലാ സോഷ്യൽ ക്രിയേച്ചേഴ്സിനെയും ഈ പറയുന്ന രീതിയിൽ ഒരുപോലെ കണക്ട് ചെയ്യാൻ, ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ മോറൽ വാല്യൂസ് അല്ലെങ്കിൽ ഈ ഒരു എത്തിക്കൽ വാല്യൂസ് എന്നാണ് ഹ്യൂഗോ ഗ്രേഷ്യസ് പറഞ്ഞത്. ആൻഡ് ഹി ഓൾസോ സപ്പോർട്ട് ചെയ്യുന്നത് നാച്ചുറൽ ലോയിനെ തന്നെയായിരുന്നു. പിന്നെ അടുത്തത് നമ്മൾ നോക്കുന്നത് ഇമ്മാനുവൽ കാന്റ് ആണ്. ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് സുപ്രീം പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി. ഇപ്പൊ മൊറാലിറ്റി എന്താ, ധാർമ്മികത. ആ ഒരു മൊറാലിറ്റിയുടെ, ആ ഒരു നാച്ചുറൽ പ്രിൻസിപ്പിളിന്റെ അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ലോയുടെ, മൊറാലിറ്റിയുടെ ആ ഒരു സുപ്രീം പ്രിൻസിപ്പിൾ ആണ്, ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നതാണ്
ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇമ്മാനുവൽ കാന്റ് എന്ന് പറയുന്ന ആ ഒരു ജൂറിസ്റ്റ് കൊണ്ടുവന്നത് സുപ്രീം പ്രിൻസിപ്പിൾ ഓഫ് മൊറാലിറ്റി ആണ്. അതെന്താ അറിയപ്പെടുന്നത്? കാറ്റഗറിക്കൽ ഇംപെരേറ്റീവ്. കാറ്റഗറിക്കൽ ഇംപെരേറ്റീവ്. അപ്പൊ കാറ്റഗറിക്കൽ ഇംപെരേറ്റീവ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു തിയറി ഒക്കെ ആരാണെന്ന് ചോദിച്ചാൽ ഇമ്മാനുവൽ കാന്റ് ആണ്. മൊറാലിറ്റിയുടെ ഒരു സുപ്രീം ആയിട്ടുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ എന്ന രീതിയിലാണ് പറയുന്നത്. ഇദ്ദേഹത്തിന്റെ ബുക്കാണ് ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ. ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ. റീസൺ മീൻസ് എന്താ? കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള പ്യുവർ ആയിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസിന്റെ ക്രിട്ടിക് ഓഫ് പ്യുവർ റീസൺ എന്നാണ് അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര്. ഇനി ഇമ്മാനുവൽ കാന്റ് പറഞ്ഞ ഒരു കാര്യമായിരുന്നു, അദ്ദേഹത്തിന്റെ ഒരു തിയറി ആയിരുന്നു ഇൻഡിവിജ്വൽ വിൽ ആൻഡ് ജനറൽ വിൽ തിയറി. ഇൻഡിവിജ്വൽ വിൽ ആൻഡ് ജനറൽ വിൽ തിയറി. അത് ഓർക്കാട്ടോ, ഇമ്മാനുവൽ കാന്റിന്റെ ഒരു തിയറിയാണ് ഇൻഡിവിജ്വൽ വിൽ ആൻഡ് ജനറൽ വിൽ തിയറി എന്ന് പറയുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് മനുഷ്യർക്ക് ഓരോരോ താല്പര്യങ്ങൾ കാണും. ഓരോ വ്യക്തികൾക്ക്, ഇൻഡിവിജ്വൽസിന് വ്യക്തിപരമായിട്ട് ഓരോ താല്പര്യങ്ങൾ കാണും, സൊസൈറ്റിക്ക് ഒരു താല്പര്യം കാണും. അപ്പൊ ഇങ്ങനെ രണ്ട് താല്പര്യം ഉള്ളപ്പോ ഒരു വ്യക്തിയുടെ താല്പര്യം മറ്റു വ്യക്തിയുടെ താല്പര്യത്തെ എന്ത് ചെയ്യരുത്? തടയുന്നതിന് തുല്യമാകുന്നത്. ഇത് ഒരുപോലെ കോഎക്സിസ്റ്റ് ചെയ്ത് പോകണം എന്നാണ് പറയുന്നത്. ഇതാ പറയുന്നത് വൺസ് റൈറ്റ് ടു ഫ്രീഡം. ഒരാൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ ഒരാളുടെ ആ ഒരു ഫ്രീഡത്തിനുള്ള റൈറ്റ് മസ്റ്റ് ഹാർമോണിയസ്ലി കോ എക്സിസ്റ്റ്. ഒരുപോലെ പോകണം. എങ്ങനെ? വിത്ത് ദ റൈറ്റ് ടു ഫ്രീഡം ഓഫ് അതർ ഇൻഡിവിജ്വൽസ്. മറ്റുള്ളവർക്കും ഇതേപടി റൈറ്റ് ടു ഫ്രീഡം ഉണ്ട്, അവർക്കും സ്വാതന്ത്ര്യവും അവകാശങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ ആ ഒരു റൈറ്റും നമ്മുടെ റൈറ്റും ഹാർമോണിയസ്ലി ആയിട്ട് ഒരുമയോട് കൂടി പോകണം. അത് ഒന്നിച്ച് കോ എക്സിസ്റ്റ് ചെയ്ത് പോകണം എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ അത് പറയുന്നതാണ് ഇൻഡിവിജ്വൽ വില്ല്. അതുപോലെ തന്നെ ജനറൽ വില്ല്, മുഴുവനായിട്ടുള്ള ആളുകളുടെ ജനറൽ വില്ല് തിയറിനെ കുറിച്ച് പറഞ്ഞത് ഇമ്മാനുവൽ കാന്റ് ആണ്. പിന്നെ ഇത് കൂടാതെ തന്നെ നാച്ചുറൽ ലോ തിയറിയെ സപ്പോർട്ട് ചെയ്ത മറ്റു വ്യക്തികളായിരുന്നു ഹെഗൽ എന്ന് പറയുന്നതും HEGAL. ഹെഗൽ എന്ന് പറയുന്നതും അരിസ്റ്റോട്ടിലും പ്ലേറ്റോ തുടങ്ങിയ ജൂറിസ്റ്റുകളൊക്കെ ഈ നാച്ചുറൽ ലോ തിയറിയെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളാണ്. അപ്പൊ ഇത്രയും നാച്ചുറൽ ലോ തിയറിയുടെ സപ്പോർട്ടേഴ്സ് അവർ കൊണ്ടുവന്ന കോൺസെപ്റ്റ് എന്തൊക്കെയാണ്, അവരുടെ ബുക്കുകൾ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഇനി നമ്മൾ അടുത്ത സ്കൂൾ നോക്കാം, ഹിസ്റ്റോറിക്കൽ സ്കൂള്. ഹിസ്റ്റോറിക്കൽ എന്ന് പറയുന്ന വാക്കിൽ തന്നെയുണ്ട്, ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ എന്തിന്റെ ഹിസ്റ്ററിയാ? The law is in the history, culture and customs of the people. ലോ എവിടെയുണ്ടെന്നാ പറഞ്ഞത്? ഹിസ്റ്ററിയിലും. അതായത് നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ, ജനങ്ങളുടെ കൾച്ചർ എടുത്ത് നോക്കിയാലും കസ്റ്റം, നമ്മൾ ഫോളോ ചെയ്യുന്ന കസ്റ്റത്തിലും എല്ലാത്തിലും നമ്മുടെ ബിഹേവിയറിലും ഹാബിറ്റിലും എല്ലാത്തിലും എന്തുണ്ട്? ലോ ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് നമ്മുടെ ഹാബിറ്റ്സിലും കൾച്ചറിലും ഹിസ്റ്ററിയിലും കസ്റ്റത്തിലും ഒക്കെ പീപ്പിളിൽ ഈ ഒരു ലോ കാണാനായിട്ട് സാധിക്കും. ലോ ഇതിൽ നിന്നൊക്കെയാണ് ഉത്ഭവിച്ചു വന്നത് എന്നാണ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ പറയുന്നത്. ലോ ഈസ് ഇൻ ദ ഹിസ്റ്ററി, കൾച്ചർ ആൻഡ് കസ്റ്റംസ് ഓഫ് ദ പീപ്പിൾ. അപ്പൊ ലോയെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്ത്? സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തു. അപ്പൊ ലോയ്ക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട് കമ്മ്യൂണിറ്റിയുമായിട്ട്. അതായത് സമൂഹവുമായിട്ട് ലോയ്ക്ക് ഡയറക്റ്റ് കണക്ഷൻ ഉണ്ട്, ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞതാണ് ഹിസ്റ്റോറിക്കൽ സ്കൂളിൽ. കാരണം എങ്ങനെയാണോ കമ്മ്യൂണിറ്റി, അതായത് സൊസൈറ്റി എങ്ങനെയാണോ, ജനങ്ങൾ എന്താണോ, ജനങ്ങളുടെ വ്യൂ പോയിന്റ്സ് എന്താണോ, അല്ലെങ്കിൽ അവരുടെ കൾച്ചർ എന്താണോ, അല്ലെങ്കിൽ എന്താ പറയാ അവർക്ക് ഹിസ്റ്ററി എന്താണോ, കസ്റ്റംസ് എന്താണോ, അതൊക്കെ ആയിരിക്കും എന്തിനു വരുന്നത്? ലോയിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പൊ ലോ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിയുമായിട്ട് ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ലോയെ സൊസൈറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന സ്കൂളാണ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ ദ സൊസൈറ്റീസ് ലോ ആൻഡ് കസ്റ്റംസ് കളക്റ്റീവ്ലി ബിക്കംസ് ദ ലോ ഓഫ് ദി സ്റ്റേറ്റ്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സൊസൈറ്റിയുടെ ലോ എന്താണോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ കസ്റ്റം എന്താണോ, സമൂഹം ഫോളോ ചെയ്യുന്ന ലോസും കസ്റ്റംസും എന്തായിരിക്കും? അതായിരിക്കും ആ ഒരു സ്റ്റേറ്റിന്റെ ലോ ആയിട്ട് മാറുന്നത്. ഒരു സ്റ്റേറ്റിന്റെ ലോ ആയിട്ട് മാറുന്നത് ആ സമൂഹം ഫോളോ ചെയ്യുന്ന, സൊസൈറ്റി ഫോളോ ചെയ്യുന്ന ലോസ്, കസ്റ്റംസ്, അതായത് അവരുടെ ഈ പറയുന്ന എന്തെങ്കിലും പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന കസ്റ്റം, കൾച്ചർ, ഇതെല്ലാം ആയിരിക്കും പ്രതിഫലിക്കുന്നത് ആ ഒരു സ്റ്റേറ്റിലെ ലോയില് എന്നാ പറയുന്നത്. അപ്പൊ ലോ ഈസ് ദ റിസൾട്ട് ഓഫ് ദി പാസ്റ്റ് ഫോഴ്സസ് ആൻഡ് പാസ്റ്റ് ഇൻഫ്ലുവൻസസ്. അതായത് ഹിസ്റ്ററിക്കുമായി ബന്ധമുണ്ട്. അതായത് നമ്മൾ പണ്ട് ഫോളോ ചെയ്തിരുന്ന സാധനങ്ങൾ, പണ്ട് തൊട്ടേ ഫോളോ ചെയ്തിരിക്കുന്നതാണല്ലോ കസ്റ്റം ഒക്കെ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ കൾച്ചർ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമ്മുടെ പാസ്റ്റിലെ ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ പാസ്റ്റിലെ ഫോഴ്സസിൽ നിന്ന് ഈ ഒരു ലോയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പൊ ലോയുടെ ആ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു ഉത്ഭവം എന്നൊക്കെ പറയുന്നത് എന്തിന്റെ ഭാഗമായിട്ടാ? പാസ്റ്റിലെ, പണ്ടത്തെ ആ ഒരു ഫോഴ്സസ് അല്ലെങ്കിൽ പാസ്റ്റിലെ ഇൻഫ്ലുവൻസസ് അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. Law comes from the changing necessities of individuals in the society. അതായത് ഇവിടെ പറയുന്നത് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഇത്രേ പറയുന്നുള്ളൂ, സൊസൈറ്റിയിലെ ഇൻഡിവിജ്വൽസ്, വ്യക്തികളുടെ ചേഞ്ചിങ് നെസസിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ആവശ്യകതകൾ. അതായത് സൊസൈറ്റിയിലുള്ള വ്യക്തികളുടെ ആവശ്യകതകൾ മാറുന്നതനുസരിച്ച് ലോ എന്ത് ചെയ്യും?
മാറിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ലോ വരുന്നത് അതിനനുസരിച്ചാണ്. അതായത് സൊസൈറ്റിയിൽ ജനങ്ങൾക്ക് എന്താണോ വേണ്ടത്, ആ ഒരു ജനങ്ങളുടെ ആവശ്യകതകൾ മാറുന്ന അനുസരിച്ച്, നെസസിറ്റീസ് ഇൻഡിവിജ്വൽസിന്റെ സൊസൈറ്റിയിലുള്ളത് ചേഞ്ച് ചെയ്യുന്ന അനുസരിച്ചാണ് ലോ വരുന്നത്. ലോ കംസ് ഫ്രം ദ ചേഞ്ചിങ് നെസസിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ ദ സൊസൈറ്റി എന്നാണ് ഹിസ്റ്റോറിക്കൽ സ്കൂളിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഹിസ്റ്റോറിക്കൽ സ്കൂൾ പറഞ്ഞത് സമൂഹത്തിന്റെ കൾച്ചറും ഹിസ്റ്ററിയും അതുപോലെ തന്നെ പാസ്റ്റും ഒക്കെ ബന്ധപ്പെട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ലോ എന്ന് പറയുന്നത് എന്നാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ സ്കൂൾ പറയുന്നത്. ആൻഡ് ഓൾസോ ദേ ഒപ്പോസ് ദ ഐഡിയ ഓഫ് നാച്ചുറൽ സ്കൂൾ. നാച്ചുറൽ സ്കൂൾ നമ്മൾ നേരത്തെ പറഞ്ഞത് എത്തിക്കൽ സ്കൂൾ അല്ലെങ്കിൽ നാച്ചുറൽ സ്കൂൾ, ഫിലോസഫിക്കൽ സ്കൂൾ എന്നൊക്കെ പറഞ്ഞത്, അവര് ആ ഒരു സ്കൂൾ കോൺസെപ്റ്റിന് ഇവർ എന്ത് ചെയ്തായിരുന്നു, ഈ ഹിസ്റ്റോറിക്കൽ സ്കൂളിൽ വരുന്ന ജൂറിസ്റ്റുകളൊക്കെ അതിനെ എതിർത്തിരുന്നു. കാരണം that the law begins from a divine supreme power. നാച്ചുറൽ ലോയിൽ എന്താ പറയുന്നത്, ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു സുപ്രീം ആയിട്ടുള്ള ഒരു പവർ ഉണ്ട്. അതായത് ഗോഡ് ഓഫ് ലോ ഓഫ് റീസൺ ആണ്, അല്ലെങ്കിൽ ലോ ഓഫ് യൂണിവേഴ്സൽ ലോ, മോറൽ ലോ എന്നൊക്കെയാണ് നമ്മൾ നാച്ചുറൽ ലോയിനെ പറഞ്ഞത്. യൂണിവേഴ്സൽ ആയിട്ടുള്ള ലോ ആണ്, അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള ലോ ആണ്, ഡിവൈൻ ആയിട്ടുള്ള ലോ ആണ് നാച്ചുറൽ ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഒരു ഡിവൈൻ പവറിൽ നിന്നും വരുന്ന, ബിഗിൻ ചെയ്ത് ഉണ്ടായി വരുന്ന, അല്ലെങ്കിൽ അതിൽ നിന്നും ഉത്ഭവിച്ചു വരുന്ന ലോ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നാച്ചുറൽ സ്കൂളില് ഇവർ ഒപ്പോസ് ചെയ്തിരുന്നു. കാരണം ഇവരെ സംബന്ധിച്ചത് എന്താ, ഒരു ഡിവൈൻ പവറിലുള്ള ഒരാൾ പറയുന്നതോ അല്ലെങ്കിൽ ഒരു കുറച്ച് മോറൽ പ്രിൻസിപ്പിൾസോ ഒന്നുമല്ല ലോ. ലോ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ ഫോളോ ചെയ്യുന്ന കസ്റ്റം എന്താണോ, അല്ലെങ്കിൽ അവരുടെ ചരിത്രം ഹിസ്റ്ററി എന്താണോ, അവർ പണ്ട് തൊട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താ, അവരുടെ ആവശ്യകതയെ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ, ഇതൊക്കെയാണ് നിയമമായിട്ട് വരുന്നത് എന്നാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ സ്കൂൾ പറയുന്നത്. സോ അവർ നാച്ചുറൽ ലോ സ്കൂളിനെ ഒപ്പോസ് ചെയ്തിരുന്നു. ഇനി അതിന്റെ ഫേമസ് ആയിട്ടുള്ള സപ്പോർട്ടേഴ്സ് ആരൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി ഹിസ്റ്റോറിക്കൽ സ്കൂൾ എന്താണെന്ന് ജസ്റ്റ്. ഇനി മോണ്ടസ്ക്യൂ ആണ് അതിന്റെ ആദ്യത്തെ സപ്പോർട്ടർ. ഇതിനെ സപ്പോർട്ട് ചെയ്ത കുറെ ആളുകൾ ഉണ്ടായിരുന്നു. സാവിനി ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മോണ്ടസ്ക്യൂ ഉണ്ടായിരുന്നു. ഇങ്ങനെ കുറച്ച് വ്യക്തികളുണ്ട്. ഇതിൽ ആദ്യത്തെ ആളാണ് നമ്മൾ മോണ്ടസ്ക്യൂവിനെ നോക്കുന്നത്. ഫസ്റ്റ് ജൂറിസ്റ്റ് ഓഫ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ. അപ്പൊ ഈ ഹിസ്റ്റോറിക്കൽ സ്കൂൾ എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റിനെ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത്. മോണ്ടസ്ക്യൂ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ സ്കൂളിന്റെ ഫസ്റ്റ് ജൂറിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ ഫേമസ് ബുക്കാണ് ദ സ്പിരിറ്റ് ഓഫ് ലോസ്. മോണ്ടസ്ക്യൂയുടെ ഫേമസ് ബുക്കാണ് ദ സ്പിരിറ്റ് ഓഫ് ലോസ് എന്ന് പറയും. അതിന് പറയുന്ന പേരാണ് എസ്പിരിറ്റ് ഡിസ് ലിയോസ് കേട്ടോ. ബുക്കിന്റെ യഥാർത്ഥ പേര് ഇങ്ങനെയാണ്, ദാറ്റ് മീൻസ് സ്പിരിറ്റ് ഓഫ് ലോസ് എന്നാണ്. എസ്പിരിറ്റ് ഡിസ് ലിയോസ് 1748 ബുക്കാണ്. ഇയർ ഓർക്കുക, ബുക്കിന്റെ പേര് ഓർക്കുക, ദാറ്റ് മീൻസ് സ്പിരിറ്റ് ഓഫ് ലോസ് എന്നാണെന്ന് ഓർക്കുക. And it is irrelevant to discuss. അതായത് ഈ മോണ്ടസ്ക്യൂവിനെ സംബന്ധിച്ചോളം ആള് പറഞ്ഞിരുന്നത് ഇങ്ങനെയായിരുന്നു, ഇറലവന്റ് ആണ് ടു ഡിസ്കസ് വെദർ ദി ലോ ഈസ് ഗുഡ് ഓർ ബാഡ്. ഒരു നിയമം അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ ചിന്തിക്കുന്നത്, അത് ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് തീരുമാനിക്കുന്നതൊക്കെ ഇറലവന്റ് ആണ്. അതിനൊന്നും അവിടെ പ്രാധാന്യമില്ല. കാരണം എന്തുകൊണ്ടാണ്? ബിക്കോസ് ലോ ഡിപ്പെൻഡ്സ് ഓൺ ദി സോഷ്യൽ, പൊളിറ്റിക്കൽ ആൻഡ് എൻവയോൺമെന്റൽ കണ്ടീഷൻസ് പ്രൊവൈഡിങ് ഇൻ ദ സൊസൈറ്റി. ആ സൊസൈറ്റിയിൽ ഉള്ള, സമൂഹത്തിലുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണോ, അതായത് സൊസൈറ്റിയിലെ എൻവയോൺമെന്റ് കണ്ടീഷൻസ് എന്തൊക്കെയാ, അല്ലെങ്കിൽ അവിടുത്തെ സോഷ്യൽ കണ്ടീഷൻസ്, ജനങ്ങളുടെ കൾച്ചർ എന്താ, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന കസ്റ്റം എന്താ, ഇതിനെയൊക്കെ ബന്ധപ്പെടുത്തി, അവരുടെ ഹിസ്റ്ററി എന്താ, ഇതൊക്കെ ബന്ധപ്പെടുത്തിയായിരിക്കും നിയമമുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലോ ഗുഡ് ആണോ ബാഡ് ആണോ എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് വെറുതെയാണ്. അതിനൊന്നും റിലവൻസ് ഇല്ല. അവിടുത്തെ കസ്റ്റവും അവിടുത്തെ ഈ പറയുന്ന കൾച്ചറും ഒക്കെ ബേസ് ചെയ്തിട്ട്, ഹിസ്റ്ററിയൊക്കെ ബേസ് ചെയ്ത്, ചരിത്രമൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും സൊസൈറ്റിയുടെ കൾച്ചറും ഹിസ്റ്ററിയും ഹിസ്റ്ററിയും കസ്റ്റവും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ ലോ ഉണ്ടാകുന്നത്. സോ ലോ ഗുഡ് ആണോ ബാഡ് ആണോ എന്നൊക്കെ റിലവന്റ് ചെയ്യുന്നത് വെറുതെയാണ്. കാരണം അവിടുത്തെ കൾച്ചർ എന്താണോ അതനുസരിച്ചാണ് ഇത് വരുവുള്ളൂ എന്നാണ് മോണ്ടസ്ക്യൂ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ആദ്യത്തെ ജൂറിസ്റ്റ്. ഇതിനെ സപ്പോർട്ട് ചെയ്തത്. ആളുടെ ബുക്ക് ഓർക്കുക, ബുക്കിന്റെ മീനിങ് ഓർക്കുക, ആൻഡ് 1748 വന്നതെന്ന് ഓർക്കാം. ദെൻ അപ്പൊ ഇവർ ഈ ഒരു ഹിസ്റ്റോറിക്കൽ സ്കൂളുകാർ ഇങ്ങനെ പറയുന്നത്, ലോ എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്തു, എവിടെ നിന്ന് ഉത്ഭവിച്ചു വന്നതെന്ന് പറയുമ്പോൾ ഹിസ്റ്റോറിക്കൽ സ്കൂൾ പറയുന്നത് ജനങ്ങളുടെ ഹിസ്റ്ററി എന്തായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കൾച്ചർ എന്തായിരുന്നു, അവർ ഫോളോ ചെയ്യുന്ന കസ്റ്റം എന്താണ്, ഈ പറയുന്ന അവരുടെ ഹാബിറ്റ് എന്താ, ഇതിൽ നിന്നൊക്കെയാണ് ഈ ഒരു ഹിസ്റ്റോറിക്കൽ സ്കൂൾ, അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സ്കൂൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇതിൽ നിന്നൊക്കെയാണ് ലോ എന്ന് പറയുന്നത് ഉത്ഭവിച്ചു വന്നതെന്ന്. ഓക്കെ, ഇത്ര ഓർത്താൽ മതി. ഹിസ്റ്ററിയിൽ നിന്ന് വന്നു, ആളുകളുടെ കൾച്ചറിൽ നിന്ന്, ആളുകൾ ഫോളോ ചെയ്യുന്നതിൽ നിന്ന്, അത് അവരുടെ വ്യൂ പോയിന്റിൽ നിന്ന്, ആ രീതിയിൽ കേട്ടോ. ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്ത, ഹിസ്റ്റോറിക്കൽ സ്കൂളിനെ സപ്പോർട്ട് ചെയ്ത മറ്റു വ്യക്തികളെ നമുക്ക് നോക്കാം. അടുത്ത ആൾ നമ്മൾ സപ്പോർട്ട് ചെയ്ത് നോക്കുന്ന ഹിസ്റ്റോറിക്കൽ സ്കൂളിനെ സാവിനിയാണ്. സാവിനി എന്ന് പറയുന്നത്, ജി അവിടെ സൈലന്റ് ആട്ടോ, സാവിനി എന്നാണ് വായിക്കുന്നത്. സാവിനി എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ സ്കൂളിന്റെ ഫാദർ ആണ്. ഫാദർ ഓഫ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ എന്നറിയപ്പെടുന്നതാണ് സാവിനി. ആൻഡ് ലോസ് ഗ്രോസ് വിത്ത് ദ, അപ്പൊ ഹിസ്റ്റോറിക്കൽ സ്കൂളിന്റെ ഫാദർ ആണ് സാവിനി എന്ന് പറഞ്ഞു. അപ്പൊ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ നാച്ചുറൽ ലോസിന്റെ അല്ലെങ്കിൽ ഫിലോസഫിക്കൽ സ്കൂളിന്റെ ഫാദർ ആരായിരുന്നു? ഓർത്ത് നോക്കി, ഹ്യൂഗോ ഗ്രേഷ്യസ് ആയിരുന്നു. അപ്പൊ അതേവിടെ തന്നെ ഹിസ്റ്റോറിക്കൽ സ്കൂളിന്റെ ഫാദർ ആയിരുന്നു സാവിനി എന്ന് പറയുന്നത്. ലോസ് ഗ്രോസ് വിത്ത് ദ
growth and strengthens with the strength of the people. എന്താ പറഞ്ഞത്? ഹിസ്റ്റോറിക്കൽ സ്കൂൾ കംപ്ലീറ്റ്ലി അങ്ങനെയല്ലേ പറയുന്നത്? ജനങ്ങൾ വളരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന സമൂഹം വളരുന്ന അനുസരിച്ച് സൊസൈറ്റിയുടെ കൾച്ചർ, കസ്റ്റം, ജനങ്ങൾ ഫോളോ ചെയ്യുന്ന കൾച്ചർ, ഈ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടായിരിക്കും അവിടെ ലോ ഉണ്ടാകുന്നതെന്നാണ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ പറയുന്നത്. അപ്പൊ സാവിനി പറയുന്നത് ഇങ്ങനെ തന്നെയാണ്, ലോ ഗ്രോസ് വിത്ത് ദ ഗ്രോത്ത്. ലോ വളരുന്നത് എങ്ങനെയാണ്? വിത്ത് ദ ഗ്രോത്ത് ആൻഡ് സ്ട്രെങ്തൻ വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് ദി പീപ്പിൾ. ജനങ്ങളുടെ വളർച്ചയ്ക്ക് അനുസരിച്ചാണ് ലോ ഗ്രോ ചെയ്യുന്നത്, വളരുന്നതും. ആൻഡ് അത് സ്ട്രെങ്തൻ ചെയ്യുന്നത്, അതിന്റെ സ്ട്രെങ്ത്തും ലോയുടെ സ്ട്രെങ്ത്തും എന്തിനനുസരിച്ചാണ്? പീപ്പിളുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണെന്നാണ് പറയുന്നത്. പീപ്പിൾ വളരുന്ന അനുസരിച്ച് സമൂഹം വളരുന്ന അനുസരിച്ച് ലോയും വളരും. സമൂഹത്തിന്റെ സ്ട്രെങ്ത് അനുസരിച്ചുകൊണ്ട് അവിടെ ലോയും സ്ട്രെങ്തൻ ആവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. സാവിനി ബിലീവ് ചെയ്തിരുന്നത് ലോ കനോട്ട് ബി ബോറഡ് ഫ്രം ഔട്ട്സൈഡ്, അതായത് പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റുന്ന അല്ലെങ്കിൽ ഒരാൾ മെയ്ഡ് ചെയ്യുന്ന ഒന്നും അല്ല. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിവൈൻ ആയിട്ടുള്ള ലോ, ഒരു സുപ്രീം അതോറിറ്റി മെയ്ഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിവൈൻ അതോറിറ്റി മെയ്ഡ് ചെയ്യുന്നത്, ഇങ്ങനെയൊന്നും അല്ല ലോ എന്ന് പറയുന്നത്. ലോ ഈസ് ഫൗണ്ട് നോട്ട് മെയ്ഡ്. ഒരാൾ മെയ്ഡ് ചെയ്യുന്നതല്ല, നിർമ്മിക്കുന്നതല്ല, ഫൗണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. എന്തിൽ നിന്ന്? ഹിസ്റ്ററിയിൽ നിന്നും കൾച്ചറിൽ നിന്നും ആളുകൾ ഫോളോ ചെയ്യുന്ന, അതുപോലെ തന്നെയുള്ള കൾച്ചർ, ഹിസ്റ്ററി, അതുപോലെ തന്നെ കസ്റ്റത്തിൽ നിന്നൊക്കെ ഫൗണ്ട് ചെയ്യുന്നതാണ് ലോ എന്നാ പറയുന്നത്. ലോ ഈസ് ഫൗണ്ട് ആണ്, നോട്ട് മെയ്ഡ്. നിർമ്മിക്കുന്നതല്ല, ഒരാൾ പറയുന്നത് നിർമ്മിക്കുന്നതല്ല ലോ എന്നാ പറയുന്നത്. ലോ ഈസ് ഫൗണ്ട് ആണ്, നോട്ട് മെയ്ഡ് അല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ബോറോഡ്, ഔട്ട്സൈഡിൽ നിന്ന് ബോറോ ചെയ്ത് കൊണ്ടുവരുന്ന ഒന്നുമല്ല ലോ എന്നാണ് പറയുന്നത്. അപ്പൊ ലോയുടെ മെയിൻ സോഴ്സ് ആയിട്ട് പറയുന്നത് കോൺഷ്യസ്നെസ് ഓഫ് ദി പീപ്പിൾ, അതായത് ജനങ്ങളുടെ അവബോധം, ജനങ്ങൾ എന്ത് ഫോളോ ചെയ്യുന്നോ, ജനങ്ങളുടെ വ്യൂ പോയിന്റ് കാര്യങ്ങളൊക്കെ എന്താണോ അതായിരിക്കും ഈ പറയുന്ന ലോ ആയിട്ട് വരുന്നത് എന്നാണ് സാവിനി പറഞ്ഞത്. നേച്ചർ ഓഫ് എനി ലീഗൽ സിസ്റ്റം, ഇത് നോക്കണം, സാവിനിയുടെ ഒരു കോൺസെപ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു തിയറി ആണ്. ഏതൊരു ലീഗൽ സിസ്റ്റത്തിന്റെയും ഒരു നേച്ചർ എന്ന് പറയുന്നത് എന്തിനെ റിഫ്ലക്ട് ചെയ്യുന്ന പറഞ്ഞാൽ വിൽ റിഫ്ലക്ട് ഓൺ ദ സ്പിരിറ്റ് ഓഫ് ദി പീപ്പിൾ, അതായത് ജനങ്ങളുടെ സ്പിരിറ്റ് മീൻസ് അവരുടെ താല്പര്യം, അവരുടെ ഇഷ്ടം, അവരുടെ വില്ല്, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റിഫ്ലക്ട് ചെയ്യുന്നത് ഇപ്പൊ ഏത് ലീഗൽ സിസ്റ്റം ആണെങ്കിലും ആ ലീഗൽ സിസ്റ്റത്തിന്റെ നേച്ചർ എന്തിനെ സംബന്ധിച്ചിരിക്കും? പീപ്പിളിന്റെ നേച്ചറിനെ സംബന്ധിച്ചിരിക്കും. പീപ്പിളിന്റെ ആ ഒരു സ്പിരിറ്റ് മീൻസ് അവരുടെ ജനറൽ ആയിട്ടുള്ള വില്ല്, താല്പര്യം, എല്ലാവരുടെയും ജനറൽ വില്ല് മീൻസ് താല്പര്യം, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ പീപ്പിളിന്റെ സ്പിരിറ്റിനെ സംബന്ധിച്ചായിരിക്കും നേച്ചർ ഓഫ് എനി ലീഗൽ സിസ്റ്റം. ഏതൊരു ലീഗൽ സിസ്റ്റത്തിന്റെയും നേച്ചർ എന്ന് പറയുന്നത് ഏത് രീതി തന്നെയായിരിക്കും? ആ രീതി എന്ന് പറയുന്നത് ജനങ്ങളുടെ ജനറൽ ആയിട്ടുള്ള താല്പര്യം എന്താണോ അതിനെ സംബന്ധിച്ചിരിക്കും. സ്പിരിറ്റ് എന്ന് പറയുന്നത് അവരുടെ താല്പര്യം, ജനറൽ വില്ലിനെയാണ് പറയുന്നത്, ജനറൽ വില്ല്. ഓക്കെ, ജനറൽ വില്ല് ഓഫ് പീപ്പിൾ, അതിനെയാണ് സ്പിരിറ്റ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ വോൾക്കിസ്റ്റ് തിയറി, അപ്പൊ ആ തിയറി അറിയപ്പെടുന്നതാണ് വോൾക്കിസ്റ്റ് തിയറി. വോൾക്കിസ്റ്റ് തിയറി ആരുടെയാണെന്ന് ചോദിച്ചാൽ സാവിനിയുടെ ആണെന്ന് ഓർക്കുക. ഏത് സ്കൂളുമായി റിലേറ്റഡ് ആയതാണ്? ഹിസ്റ്റോറിക്കൽ സ്കൂളുമായിട്ട് റിലേറ്റഡ് ആയതാണ്. സാവിനി ആരാണ്? ഹിസ്റ്റോറിക്കൽ സ്കൂളിന്റെ ഫാദർ ആണ്. ഇനി വോൾഗ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ എന്ന അർത്ഥം, ഗിസ്റ്റ് എന്ന് പറഞ്ഞാൽ കോമൺ വില്ല്. അപ്പൊ ഒന്നിച്ച് വായിക്കുമ്പോ എന്താ? വില്ല് ഓഫ് ദി പീപ്പിൾ അല്ലെങ്കിൽ കോമൺ വില്ല് ഓഫ് ദി പീപ്പിൾ അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ള വില്ല്, എല്ലാവരുടെയും താല്പര്യം, പൊതു താല്പര്യം, അതാണ് സമൂഹത്തിന്റെ അല്ലെങ്കിൽ ആളുകളുടെ പൊതു താല്പര്യം, അതാണ് ലോ ആയിട്ട് വരുന്നത് എന്നാ പറയുന്നത്. ലോ ഈസ് ഫൗണ്ട് ആണ് ഈ പറയുന്ന രീതിയിൽ ഹിസ്റ്ററിയിൽ നിന്നും കൾച്ചറിൽ നിന്നും ഒക്കെ കസ്റ്റത്തിൽ നിന്നൊക്കെ നമ്മൾ ഫൗണ്ട് ചെയ്തെടുക്കുന്ന ആളുകൾ ഫോളോ ചെയ്തതിൽ നിന്ന്, അല്ലാതെ മെയ്ഡ് ചെയ്ത ഒരാൾ കൊണ്ടുവന്നിട്ട് ഫോളോ ചെയ്യാൻ പറയുന്ന അല്ല ലോ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ആൾ സപ്പോർട്ട് ചെയ്താണ് ഹെൻറി മെയിൻ. ഹെൻറി മെയിൻ എന്ന് പറയുന്ന അറിയപ്പെടുന്നത് ഇംഗ്ലീഷ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ലോ. ഇംഗ്ലീഷ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ലോയുടെ ഫൗണ്ടർ ആയിട്ടാണ് അറിയപ്പെടുന്നത്. എന്താണ്? ഇംഗ്ലീഷ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ലോയുടെ ഫൗണ്ടർ. അതങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സാവിനിയുടെ കോൺസെപ്റ്റ് ഇല്ലേ, സാവിനി പറഞ്ഞ ഈ ഒരു സെയിം കോൺസെപ്റ്റ്, അതായത് ഈ ഹിസ്റ്റോറിക്കൽ സ്കൂളിൽ ഈ പറഞ്ഞ വോൾക്കിസ്റ്റ് തിയറി എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇംഗ്ലണ്ടിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത വ്യക്തി, അതാണ് ഇംഗ്ലീഷിലെ എന്താ പറയുക ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ലോയില്, ഇംഗ്ലീഷ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ലോയില് ഫൗണ്ടർ ആണ്, അവിടുത്തെ ഫൗണ്ടർ ആണ്. ഈ ഇദ്ദേഹത്തെ അറിയപ്പെടാൻ കാരണം ഹെൻറി മെയിനെ, ഇദ്ദേഹമാണ് എന്ത് ചെയ്തത്? ഇംഗ്ലണ്ടില് ഈ സാവിനിയുടെ കോൺസെപ്റ്റ് ക്യാരി ഫോർവേഡ് ചെയ്ത് അങ്ങോട്ടേക്ക് കൊണ്ടുവന്ന വ്യക്തി. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലണ്ടിലേക്ക് ഈ പറയുന്ന സാവിനിയുടെ ഈ ഒരു കോൺസെപ്റ്റ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുവന്നത് ഹെൻറി മെയിൻ ആണ്. സോ എന്തെന്ന് അറിയപ്പെടുന്നത്? ഫൗണ്ടർ ഓഫ് ഇംഗ്ലീഷ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ലോ. ഇംഗ്ലീഷ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ലോയുടെ ഫൗണ്ടർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് രണ്ട് തിയറീസ് ഉണ്ടായിരുന്നു, സ്റ്റാറ്റസ് ടു കോൺട്രാക്ട് തിയറിയും ലീഗൽ ഫിക്ഷനും. രണ്ട് തിയറീസിന്റെ പേര് ഓർക്കുക. അദ്ദേഹത്തെ മറ്റൊരു പേരിലും കൂടി അറിയപ്പെടുന്നു, സോഷ്യൽ ഡാർവിനിസ്റ്റ് എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു, സോഷ്യൽ ഡാർവിനിസ്റ്റ്. അത്രയും നോക്കിയാൽ മതി അതിൻ്റെ അകത്ത്. ഇനി അടുത്തത് നാലാമത് വരുന്നത് അടുത്തൊരു ജൂറിസ്റ്റ് ആണ് ഈ ഒരു സ്കൂളിനെ സപ്പോർട്ട് ചെയ്ത ഹിസ്റ്റോറിക്കൽ സ്കൂളിനെ, ജോർജ് ഫെഡറിക് പുച്ച. ജോർജ് ഫെഡറിക് പുച്ച എന്ന് പറയുന്നത് ഈ ഒരു പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത്. ഇത്രയും ഫുൾ നെയിം ആയിട്ട് നോക്കണ്ട, പക്ഷെ നിങ്ങൾ നോക്കി വെച്ചോ. ഓക്കെ, ജോർജ് ഫെഡറിക് പുച്ച.
ദെൻ അദ്ദേഹം ഒരു ജർമ്മൻ ആയിട്ടുള്ള ജൂറിസ്റ്റ് ആയിരുന്നു. ജർമ്മൻ ജൂറിസ്റ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹം കൂടുതലും എന്ന് പറയുന്നത് നമ്മുടെ ഈ സാവിനിയുടെ കോൺസെപ്റ്റ് ഉണ്ടല്ലോ, സാവിനിയുടെ കോൺസെപ്റ്റ് തന്നെയാണ് ഇദ്ദേഹവും ഫോളോ ഒക്കെ ചെയ്തിരുന്നത്. പക്ഷേ സാവിനിയുടെ കോൺസെപ്റ്റിനേക്കാളും ഐഡിയാസിനേക്കാളും കുറച്ചും കൂടി ലോജിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു ഈ പറയുന്ന ഫെഡറിക്കിന്റെ വരുമ്പോൾ. കുറച്ചും കൂടി ലോജിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു, കുറച്ച് ലോജിക്കൽ ഐഡിയാസ്, മോർ ലോജിക്കൽ ആയിട്ടുള്ള ഐഡിയാസ് ആൻഡ് ഇംപ്രൂവ്ഡ് ദാൻ സാവിനീസ് ഐഡിയാസ്. അപ്പൊ സാവിനിയുടെ ഐഡിയാസിനേക്കാളും കുറച്ചും കൂടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഐഡിയാസ് ആയിരുന്നു ഇവരുടെ. ഡെവലപ്മെന്റ് ആൻഡ് എവല്യൂഷൻ ഓഫ് ലോ ഫ്രം ദ വെരി ബിഗിനിങ്. അദ്ദേഹം എന്താ കൺസിഡർ ചെയ്തത്? വെരി ബിഗിനിങ്, തുടക്കം മുതലേ ലോയുടെ എവല്യൂഷൻ എങ്ങനെയാണ്, അതിന്റെ ഹിസ്റ്ററി എങ്ങനെയാണ്, അതിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയായിരുന്നു എന്നൊക്കെയായിരുന്നു ഇദ്ദേഹം പോയിന്റ് ഔട്ട് ചെയ്ത് നോക്കിയിരുന്നത്. ഇദ്ദേഹം വിശ്വസിച്ചിരുന്നത് നൈദർ ദ പീപ്പിൾ നോർ ദ സ്റ്റേറ്റ് അലോൺ ക്യാൻ ദി സോഴ്സ് ഓഫ് ലോ. അപ്പൊ ലോയുടെ സോഴ്സ് ആയിട്ട് ഇപ്പൊ ജനങ്ങൾ മാത്രമാണ്, ജനങ്ങളുടെ താല്പര്യം മാത്രമാണ് നിയമമായിട്ട് വരുന്നത് എന്നുള്ള രീതിയിൽ പീപ്പിൾ മാത്രമാണ് എന്ന് പറയാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് മാത്രമാണെന്നും പറയാൻ പറ്റില്ല. നൈദർ, ഇത് രണ്ടുമല്ല സോഴ്സ് ഓഫ് ലോ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ കുറച്ചും കൂടി എന്താ ലോജിക്കലി ആയിരുന്നു പറഞ്ഞിരുന്നത് സാവിനിയുടെ വെച്ച് നോക്കും. ഇദ്ദേഹം ഒരു സപ്പോർട്ടർ ആയിരുന്നു എന്നോർക്കാം. പിന്നെ അടുത്ത ബൂക്കെ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹിസ്റ്റോറിക്കൽ സ്കൂളിന്റെ സപ്പോർട്ടർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഓർഗൻ എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. എങ്ങനെ? ലോ ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് ദി ജനറൽ പ്രോസസ്. അതായത് ജനറലി അത് ഇവോൾവ് ചെയ്ത് വരുന്നതാണ്, ആരും മെയ്ഡ് ചെയ്യുന്നൊന്നുമല്ല, ഫൗണ്ട് ചെയ്ത് ജനറലി ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. പ്രോഡക്റ്റ് ഓഫ് ജനറൽ പ്രോസസ്സിന്റെ ഭാഗമായിട്ടുള്ളതാണ് ലോ എന്ന് പറയുന്നത്. ഒരു ഡൈനാമിക് ഓർഗൻ ആണ് എന്നുള്ള രീതിയിലാണ് ബൂക്കെയും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും പേരായിരുന്നു ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നോക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ മോണ്ടസ്ക്യൂ, അതുപോലെ തന്നെ സാവിനി, ഇവരെയൊക്കെയാണ് നോക്കേണ്ടത്, മെയിൻ ആയിട്ട് നോക്കണം. പിന്നെ ഹെൻറി മെയിൻ അറിയപ്പെട്ടത് ഇംഗ്ലീഷ് ഹിസ്റ്റോറിക്കൽ സ്കൂൾ ഓഫ് ലോയുടെ ഫൗണ്ടർ. ഇത്രയൊക്കെയാണ് നോക്കേണ്ടത്, ബാക്കിയും ജസ്റ്റ് നോക്കി പോവുക. അപ്പൊ ഇത്രയാണ് ഹിസ്റ്റോറിക്കൽ സ്കൂളിനെ കുറിച്ച് നമ്മൾ പറഞ്ഞത്. അടുത്ത സ്കൂൾ നമ്മൾ നോക്കുന്നത് അനാലിറ്റിക്കൽ സ്കൂളാണ്. അനാലിറ്റിക്കൽ സ്കൂൾ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് രണ്ട് എക്സ്പോണൻസ് ആണ് അതിനുണ്ടായിരുന്നത്. ഒന്ന് ജെർമി ബെന്തോം, രണ്ട് ഓസ്റ്റിനും, ജോൺ ഓസ്റ്റിനും. ജെർമി ബെന്തോം, ജോൺ ഓസ്റ്റിനും, ഇവർ രണ്ടുപേരുടെ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ആ ഒരു പോർഷനിൽ നിന്ന്. അപ്പൊ നിങ്ങൾ ഇത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അനാലിറ്റിക്കൽ സ്കൂൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കൂളാണ്. മറ്റ് സ്കൂൾസും ഇമ്പോർട്ടന്റ് ആണ്, അനാലിറ്റിക്കൽ സ്കൂളും നോക്കിയിട്ട് പോവുക. അനാലിറ്റിക്കൽ സ്കൂൾ എന്ന് പറയുന്നത് ലോ ഈസ് ദ കമാൻഡ് ഓഫ് ദ റൂളർ, ദാറ്റ് മീൻസ് റൂളിംഗ് അതോറിറ്റി. അതായത് റൂളറിന്റെ, റൂളർ എന്ന് പറഞ്ഞാൽ എന്താ? ഭരണാധികാരിയുടെ അല്ലെങ്കിൽ ഒരു റൂളിംഗ് ആയിട്ടുള്ള ഒരു അതോറിറ്റി, അങ്ങനെ ഒരു അതോറിറ്റിയുടെ കമാൻഡ് ആണ്. കമാൻഡ് മീൻസ് ഉത്തരവാണ്. അപ്പൊ അതായത് ഒരു അതോറിറ്റി, അവിടെ നമ്മൾ നാച്ചുറൽ ലോയിൽ എന്താ പറഞ്ഞ ഡിവൈൻ ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, നേച്ചറിൽ തന്നെ ഉള്ളതാണ്, ഗോഡ് പറയുന്നതാണെന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. ധാർമ്മികതയുണ്ട്, മൊറാലിറ്റി ഉണ്ട് എന്നൊക്കെ. ദെൻ ഹിസ്റ്റോറിക്കൽ സ്കൂളിൽ പറഞ്ഞെങ്കിൽ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടും കൾച്ചറിന്റെ ഭാഗമായിട്ടൊക്കെ ഉള്ളതാണെന്ന് പറഞ്ഞു. പിന്നെ ഇതിലേക്ക് വന്നപ്പോൾ എന്താ പറയുന്നത്? അവിടെ ഒരാൾ പറയുന്നത് ആര്? ഒരു റൂളിംഗ് ആയിട്ടുള്ള ഒരു അതോറിറ്റി അല്ലെങ്കിൽ ഒരു റൂളർ, ഒരു ഭരണാധികാരി പറയുന്ന കമാൻഡുകൾ, ഉത്തരവുകളാണ് നിയമം എന്ന് പറയുന്നു. അപ്പൊ സ്റ്റേറ്റുമായിട്ട് കണക്ട് ചെയ്തത്, റിലേഷൻ ഓഫ് ലോ വിത്ത് സ്റ്റേറ്റ്. സ്റ്റേറ്റ് അല്ലേ ഇപ്പൊ ഒരു ഭരണാധികാരി അവിടെ ഇരുന്ന് പറയുന്നു, അല്ലെങ്കിൽ ഒരു റൂളർ അല്ലെങ്കിൽ റൂളിംഗ് അതോറിറ്റി എന്ന് പറയുമ്പോൾ എന്താ? സ്റ്റേറ്റ് ആണ്. അപ്പൊ ലോയെ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തത് അനാലിറ്റിക്കൽ സ്കൂളില്? സ്റ്റേറ്റുമായിട്ടാണ് റിലേറ്റ് ചെയ്തത്. അപ്പൊ ലോ എന്ന് പറയുന്നത് കമാൻഡ് ആണ്, ഉത്തരവാണ്. ആരുടെ? റൂളറിന്റെ, അതായത് റൂളിംഗ് അതോറിറ്റി, അങ്ങനെയുള്ള ഒരു ഭരണാധികാരി ആയിട്ടുള്ള ഒരു അതോറിറ്റിയുടെ കമാൻഡ് ആണ് ലോ എന്നാണ് പറഞ്ഞത്. ഇപ്പൊ പോസിറ്റീവ് സ്കൂൾ എന്നും ഇത് അറിയപ്പെടും അനാലിറ്റിക്കൽ സ്കൂളിനെ, അല്ലെങ്കിൽ ഇംപെരറ്റീവ് സ്കൂൾ എന്നും അറിയപ്പെടും. പോസിറ്റീവ് സ്കൂൾ എന്നും ഒരു പേരുണ്ട്, ഇംപെരറ്റീവ് സ്കൂൾ എന്നും ഉണ്ട്. പിന്നെ മറ്റൊരു പേരുണ്ട് ഈ ഓസ്റ്റിൻ വഴിയായിട്ടുള്ള, ഓസ്റ്റിൻ ആണ് അനാലിറ്റിക്കൽ സ്കൂളിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. ഓരോ സ്കൂളിന്റെയും ഫാദർ നമ്മൾ പറഞ്ഞു, ഹ്യൂഗോ ഗെറേഷ്യസ് ആണ് നാച്ചുറൽ ലോയുടെ നാച്ചുറൽ സ്കൂളിന്റെ പറഞ്ഞത്. അതോടൊപ്പം തന്നെ നമ്മൾ ഓരോന്നിനും പറഞ്ഞു പോകുന്നപ്പോൾ ഓസ്റ്റിനെയാണ് പറഞ്ഞത്. ഓസ്റ്റിൻ ആണ് ഇവിടുത്തെ എന്ത്? അനാലിറ്റിക്കൽ സ്കൂളിന്റെ ഫാദർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഓസ്റ്റിന്റെ പേരിലും ഈ സ്കൂൾ അറിയപ്പെടാറുണ്ട്. ഓസ്റ്റിനേനിയൻ സ്കൂൾ എന്നുള്ള രീതിയിൽ, അതായത് ഓസ്റ്റിന്റെ സ്കൂള് എന്നുള്ള രീതിയിലും അനാലിറ്റിക്കൽ സ്കൂളിൽ അറിയപ്പെടും. അപ്പൊ ഓസ്ട്രേലിയൻ സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചാലും അതും എന്ത് തന്നെ അനാലിറ്റിക്കൽ സ്കൂൾ, അല്ലെങ്കിൽ ഇംപെരറ്റീവ് സ്കൂള്, പോസിറ്റീവ് സ്കൂൾ എന്നൊക്കെ ചോദിച്ചാലും അനാലിറ്റിക്കൽ സ്കൂൾ തന്നെയാണ്. ഇത് നോട്ട് കൺസേൺ വിത്ത് സൊസൈറ്റി, ജനങ്ങളുമായിട്ട് കൺസേൺ ചെയ്യുന്നില്ല. മറ്റു ഹിസ്റ്റോറിക്കൽ സ്കൂൾ എന്താ? ജനങ്ങൾ എന്താണോ, അല്ലെങ്കിൽ ജനങ്ങളുടെ കൾച്ചർ എന്താണോ, അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന കസ്റ്റം, അതൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? നോട്ട് കൺസേൺ വിത്ത് സൊസൈറ്റി, സൊസൈറ്റിയുമായിട്ട് ഈ ഒരു സ്കൂള് കൺസേൺ ചെയ്യുന്നേ ഇല്ല. neither concerned with the past nor with the future of the law,
ബട്ട് വിത്ത് ലോ ആസ് ഇറ്റ് എക്സിസ്റ്റ്. ഇപ്പൊ നിയമം എങ്ങനെയാണോ നിൽക്കുന്നത് അതിനെ സംബന്ധിച്ചാണ് നോക്കുന്നത്. ലോ ആസ് ഇറ്റ് എക്സിസ്റ്റ്, ഇപ്പൊ എങ്ങനെയാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ ഒരു പ്രസന്റ് സ്റ്റേജിനെ കുറിച്ചാണ് ഈ ഒരു അനാലിറ്റിക്കൽ സ്കൂള് പറയുന്നത്. അതല്ലാതെ ലോയുടെ പാസ്റ്റ് എന്തായിരുന്നു, അവിടെ ഹിസ്റ്ററി നോക്കുന്നില്ല, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താ വരാൻ പോകുന്നത്, ഇതൊന്നും നോക്കുന്നില്ല. അതിനെക്കുറിച്ചൊന്നും അല്ല കൺസേൺ ചെയ്യുന്നത്. ലോ ആസ് ഇറ്റ് എക്സിസ്റ്റ്, ഇപ്പൊ എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്ന ഫോം അതിനെ കുറിച്ചാണ് പറയുന്നത്. ലോയെ സ്റ്റേറ്റുമായിട്ടാണ് കണക്ട് ചെയ്തത്. അതായത് അവിടെ ഒരു റൂളിംഗ് അതോറിറ്റി ഉണ്ട്, ആ ഭരണാധികാരി പറയുന്ന കമാൻഡ് ആയിട്ടാണ് ലോയെ അനാലിറ്റിക്കൽ സ്കൂളിൽ പറയുന്നത്. ഇനി ഇതിന്റെ രണ്ട് എക്സ്പോണൻസ് ഉണ്ട്. ഇതിന്റെ മറ്റു പേരുകളൊക്കെ ഓർക്കാട്ടോ. ഇംപെരിറ്റീവ് സ്കൂള് അല്ലെങ്കിൽ പോസിറ്റീവ് സ്കൂള് സൊസൈറ്റി ആയിട്ട് കൺസേൺ ചെയ്യുന്നില്ല, സ്റ്റേറ്റുമായിട്ട് റിലേറ്റ് ചെയ്തേക്കാണ്. ഓസ്റ്റിനേരിയൻ സ്കൂൾ എന്നുള്ള രീതിയിൽ ഇയാളുടെ പേരിലും അത് അറിയപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേരിലും. ഇനി ജെർമി ബെന്തോ ജോൺ ഓസ്റ്റിനും ആണ് ഇതിന്റെ രണ്ട് മെയിൻ ആയിട്ടുള്ള എക്സ്പോണൻസ്. ഇതിൽ ജെർമി ബെന്തോ ആദ്യം നോക്കാം. ജെർമി ബെന്തോ എന്ന് പറയുന്നത് അനാലിറ്റിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിന്റെ ഫൗണ്ടർ ആണ്. ഫാദർ അല്ല, മാറിപ്പോയത്. അനാലിറ്റിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിന്റെ അനാലിറ്റിക്കൽ ആയിട്ടുള്ള സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസ്, അതായത് ഈ സ്കൂളിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്, സൃഷ്ടാവ് എന്ന് പറയുന്നത് ജെർമി ബെന്തോ ആണ്. ഫാദർ ആരാ? ഫാദർ, അനാലിറ്റിക്കൽ സ്കൂളിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ജോൺ ഓസ്റ്റിൻ ആണ്. ഇത് ഫൗണ്ടർ ആണ്. ഫൗണ്ടർ എന്ന് പറയുന്നതാണ് അനാലിറ്റിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിന്റെ ജെർമി ബെന്തോ. ഇനി അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കായിരുന്നു ദ ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻഡ്. ബുക്കാണ് ഇത്രയും, ദ ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻഡ്, ആ ടൈറ്റിൽ ആണ് ആ ബുക്കിന്റെ. ദ ലിമിറ്റ്സ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിഫൈൻഡ് എന്ന് പറയുന്ന ആരുടെ ബുക്കാണ്? ജെർമി ബെന്തത്തിന്റെ ബുക്കാണ്. 1782 പബ്ലിഷ് ചെയ്തതാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ജെർമി ബെന്തത്തിന്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു യൂട്ടിലിറ്റേറിയൻ ഇൻഡിവിജ്വലിസം, അല്ലെങ്കിൽ യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയനിസം എന്നൊക്കെ പറയും. യൂട്ടിലിറ്റേറിയനിസം, ISM എന്ന് എഴുതാൻ മതി. യൂട്ടിലിറ്റേറിയനിസം അല്ലെങ്കിൽ യൂട്ടിലിറ്റേറിയൻ ഇൻഡിവിജ്വലിസം അല്ലെങ്കിൽ യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ, ഇതൊക്കെ പറയുന്നത് ഈ യൂട്ടിലിറ്റി എന്ന് പറയുന്ന രീതിയിൽ ഇത് ആരുടെയാണെന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ ഓർത്തോളൂ, അത് ജെർമി ബെന്തത്തിന്റെ കോൺസെപ്റ്റ് ആണ്. നിങ്ങൾ അങ്ങനെ ഓർത്തു വെക്കുക. ഇത് എന്താ യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നതെന്ന് വെച്ചാൽ സിംപ്ലി പറഞ്ഞുതരാം. മനുഷ്യന്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും, അതായത് രണ്ട് മാസ്റ്റേഴ്സ് ഉണ്ടാവും. എന്താ? ഒന്ന് പ്ലഷറും ഒന്ന് പെയിനും. ആക്ച്വലി നമുക്ക് പെയിൻ ഉള്ള കാര്യങ്ങളാണോ ചെയ്യുന്നത്? കൂടുതലും നമുക്ക് പ്ലഷർ ഉള്ള കാര്യങ്ങൾ. പ്ലഷർ മീൻസ് എന്താ? സന്തോഷം. അപ്പൊ നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. പെയിൻ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യൂല. അങ്ങനെയാണ് ചെയ്യുന്നത്. എന്താണോ നമുക്ക് ഹാപ്പിനെസ്, ഓരോ വ്യക്തികൾക്കും ഹാപ്പിനെസ്, അതല്ലേ അവർ ചെയ്യുന്നത്. അപ്പോൾ പെയിനും പ്ലഷറും എന്ന് പറയുന്ന രണ്ട് മാസ്റ്റേഴ്സ് ആണ് എപ്പോഴും മനുഷ്യന്റെ പ്രവൃത്തികളെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു നിയമം ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് ഒരു നിയമം പ്രോപ്പർ ആയിട്ട് ഒരു നിയമം ഉണ്ടാക്കുമല്ലോ ലെജിസ്ലേച്ചർ, അപ്പൊ ആ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് പെയിൻ കുറഞ്ഞുകൊണ്ടും പ്ലഷർ കൂടിക്കൊണ്ട് നിൽക്കുന്ന ഒരു നിയമമായിരിക്കണം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലോ ആയിട്ട് അവിടെ വരുന്നത്. അപ്പൊ ഈ നിയമം ഉണ്ടാക്കുന്ന സമയത്ത് ഈ നിയമം ഉണ്ടാക്കുന്ന ലെജിസ്ലേച്ചേഴ്സ് ഈ യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്, ജെർമി ബെന്തോ. അദ്ദേഹത്തിന്റെ യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ എന്താ? പ്ലഷർ കൂടുതൽ നിൽക്കണം, പ്ലഷർ ഔട്ട്വേ ചെയ്ത് നിൽക്കണം, കൂടുതൽ നിൽക്കണം, പെയിനേക്കാളും കുറവായിരിക്കണം. അതിന്റെ അർത്ഥം ഇതാണ്, മാക്സിമം ഹാപ്പിനെസ് ടു ദ മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ. അതായത് മാക്സിമം, ഭൂരിഭാഗം ആളുകൾക്കും ഭൂരിഭാഗം സന്തോഷം കിട്ടണം. മാക്സിമം സന്തോഷം, കൂടുതൽ സന്തോഷം കൂടുതൽ ആളുകൾക്ക്, ഇത്രേ ഉള്ളൂ. ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ടു ദ ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ, കൂടുതൽ ആളുകൾക്ക് കൂടുതൽ സന്തോഷം കിട്ടുന്ന ഒരു നിയമമായിരിക്കും അവിടുത്തെ ഒരു പെർഫെക്റ്റ് ലോ. അല്ലെങ്കിൽ അതാണ് ഒരു യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ. ഇദ്ദേഹത്തിന്റെ യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടുള്ള ലോ എന്നൊക്കെയാണ് ജെർമി ബെന്തോ പറയുന്നത്. അപ്പൊ ജെർമി ബെന്തത്തിന്റെ കോൺസെപ്റ്റ് ആണ് യൂട്ടിലിറ്റേറിയൻ ഇൻഡിവിജ്വലിസം. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞ വാക്കുണ്ട്, അപ്പൊ ജെർമി ബെന്തത്തിന് ഓർത്തോ? ഒന്നും നോക്കണ്ട, അപ്പൊ അങ്ങനെ ഓർത്ത് എഴുതി വെച്ചോ കേട്ടോ. അപ്പൊ പർപ്പസ് ഓഫ് ലോ ഈസ് ടു ബ്രിങ് ദ പ്ലഷർ ആൻഡ് ടു അവോയ്ഡ് പെയിൻ. അപ്പൊ എന്താണ് പറഞ്ഞിരിക്കുന്നത്? രണ്ട് മാസ്റ്റേഴ്സ് ഉണ്ട്, പ്ലഷറും പെയിനും. അപ്പൊ ലോയുടെ പർപ്പസ് എന്ന് പറയുന്ന ഉദ്ദേശം എന്തായിരിക്കണം? ഈസ് ടു ബ്രിങ് ദ പ്ലഷർ, അതായത് മനുഷ്യന് സന്തോഷം ഉണ്ടാക്കുന്നതായിരിക്കണം നിയമം, അല്ലാതെ പെയിൻ ഉണ്ടാക്കുന്നതാവരുത്. പെയിൻ അവിടെ അവോയ്ഡ് ചെയ്യണം, കുറഞ്ഞുകൊണ്ടും പ്ലഷർ ആളുകൾക്ക് കൊടുക്കുന്നതുമായിരിക്കണം നിയമം വേണ്ടത് എന്നാ പറയുന്നത്. അൾട്ടിമേറ്റ് സ്റ്റാൻഡേർഡ് ഓൺ വിച്ച് ദ ലോ ഷുഡ് ബി ജഡ്ജ്ഡ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ലോ എന്ത് ചെയ്യുന്നത്? ജഡ്ജ് ചെയ്യാന്ന് പറയുന്നത് വിലയിരുത്തുന്നത്. എങ്ങനെ വിലയിരുത്തുന്നത്? അവിടെ കൂടുതൽ ആളുകൾക്കും സന്തോഷമാണോ, ഗ്രേറ്റസ്റ്റ് ഹാപ്പിനെസ് ടു ഗ്രേറ്റസ്റ്റ് നമ്പർ ഓഫ് പീപ്പിൾ ആണോ? അങ്ങനെയാണെങ്കിൽ ഇയാളുടെ യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്തിട്ടുള്ള അടിപൊളി നിയമമാണെന്നുള്ള രീതിയിൽ പറയും എന്നാണ് ജെർമി ബെന്തോ പറഞ്ഞത്. അതായത് യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്ത് മാക്സിമം ആളുകൾക്ക് മാക്സിമം സന്തോഷം തരുന്ന ഒരു നിയമമാണ് എങ്കിൽ, പ്ലഷർ അവിടെ കൂടുതലും പെയിൻ അവോയ്ഡ് ചെയ്തിട്ടുള്ള ഒരു നിയമമാണ് എങ്കിൽ, അതാണ് ഒരു നിയമത്തെ ജഡ്ജ് ചെയ്യുന്നത്, വിലയിരുത്തുന്നത് എന്നാണ് ജെർമി ബെന്തോ പറയുന്നത്. എന്നാൽ മാത്രമേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ലോ ആകുള്ളൂ എന്നാണ് ജെർമി ബെന്തത്തിന്റെ ഒരു വ്യൂ പോയിന്റ്. അതാണ് യൂട്ടിലിറ്റേറിയനിസം അല്ലെങ്കിൽ യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യണം എന്നൊക്കെ പറയുന്നത് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ബുക്ക് ഓർക്കുക, അദ്ദേഹമാണ് അനാലിറ്റിക്കൽ സ്കൂൾ ഓഫ് ജൂറിസ്പ്രുഡൻസിന്റെ ഫൗണ്ടർ എന്നും ഓർക്കുക. അടുത്തത് ഓസ്റ്റിൻ, രണ്ടാമത്തെ ആളാണ്. ഇതുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ എക്സ്പോണന്റ് അല്ലെങ്കിൽ വക്താവാണ് നമ്മൾ പറയുന്നത്, സപ്പോർട്ടർ ആണ്.
ജോൺ ഓസ്റ്റിൻ എന്ന് പറയുന്നത്. ജോൺ ഓസ്റ്റിന്റെ കോൺട്രിബ്യൂഷനും ഈ അനാലിറ്റിക്കൽ സ്കൂളിലേക്കുള്ളത് വളരെ മികച്ചതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അപ്പൊ എന്താണ് നമുക്ക് നോക്കാം. ഓസ്റ്റിൻ പറയുന്നത്, അല്ലെങ്കിൽ ജോൺ ഓസ്റ്റിൻ എന്നിട്ട് ഫുൾ നെയിം. അപ്പൊ ജോൺ ഓസ്റ്റിൻ എന്ന് പറയുന്നത് ഫാദർ ആണ്, ഫൗണ്ടർ അല്ല, ഫാദർ ആണ്. അപ്പൊ ആരാണ് അനാലിറ്റിക്കൽ സ്കൂളിന്റെ ഫാദർ എന്ന് ചോദിച്ചാൽ ജോൺ ഓസ്റ്റിൻ ആണ്. ഫാദർ ഓഫ് അനാലിറ്റിക്കൽ സ്കൂൾ ഓസ്റ്റിൻ ആണ്, ജോൺ ഓസ്റ്റിൻ ആണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് പ്രൊവിൻസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിറ്റർമൈൻഡ്. 1832 പബ്ലിഷ് ചെയ്ത അദ്ദേഹത്തിന്റെ ബുക്കാണ് എന്ത്, പ്രൊവിൻസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിറ്റർമൈൻഡ്. കാണപ്പടം പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ പേരൊക്കെ നോക്കി പോകുമ്പോൾ ഓപ്ഷനിൽ കാണുമ്പോൾ പെട്ടെന്ന് എഴുതാൻ പറ്റും. പ്രൊവിൻസ് ഓഫ് ജൂറിസ്പ്രുഡൻസ് ഡിറ്റർമൈൻഡ് 1832 ഓസ്റ്റിന്റെ ബുക്കാണ്. ഇനി ഇദ്ദേഹം പറഞ്ഞ ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചാൽ സിംപ്ലി ഡെഫിനിഷൻ ഇത്രയേ ഉള്ളൂ. ഈ വാക്കുകളൊക്കെ ഉള്ള ഒരു ഡെഫിനിഷൻ ആണ് എങ്കിൽ ഇത് ഓസ്റ്റിന്റെ ആണെന്ന് ഓർത്തോ. ഇത് ചെറിയ ഷോർട്ട് ഫോം ആയിട്ട് എഴുതിയേക്കുന്നതാണ് ഈ ഡെഫിനിഷൻ. ഇത് വലിയ ഇതിനകത്ത് കുറെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഡെഫിനിഷൻ ഉണ്ട്. പക്ഷെ ഈ വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ നിങ്ങൾ ഓർത്തോ ഇത് ഓസ്റ്റിന്റെ ഡെഫിനിഷൻ ആണെന്ന്. ലോ ഈസ് എ കമാൻഡ് ഓഫ് എ സോവറിൻ ബാക്ക്ഡ് ബൈ സാങ്ഷൻ. ഓക്കെ, ലോ എന്ന് പറയുന്നത് ഒരു കമാൻഡ് ആണ്. കമാൻഡ് മീൻസ് ഉത്തരവാണ്. ഉത്തരവിടുക, കമാൻഡ് ഇടുക എന്നൊക്കെ പറയില്ലേ, കമാൻഡിങ് ഓഫീസർ എന്നൊക്കെ. അപ്പൊ കമാൻഡ് ആണ്, ഉത്തരവാണ്. ഓഫ് എ സോവറിൻ. സോവറിൻ മീൻസ് പരമാധികാരമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭരണാധികാരി. ഭരണാധികാരിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ കമാൻഡ്, ഉത്തരവാണ് നിയമം എന്ന് പറയുന്നത്. ബാക്ക്ഡ് ബൈ ദ സാങ്ഷൻ. സാങ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, പണിഷ്മെന്റ്. പണിഷ്മെന്റിനെയാണ് കേട്ടോ സാങ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ലോ എന്ന് പറയുന്നത് ഒരു റൂളിംഗ് അതോറിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയുടെ, ഒരു പരമാധികാരമുള്ള ഒരു വ്യക്തിയുടെ കമാൻഡ്, ഉത്തരവാണ് ലോ. ആ ഉത്തരവ് അനുസരിച്ചില്ല എങ്കിൽ ബാക്ക്ഡ് ബൈ, അതിന്റെ കൂടെ എന്തുകൂടി ഉണ്ട്, ഒരു സാങ്ഷൻ, പണിഷ്മെന്റ് ഉണ്ട്. അപ്പൊ ഈ പണിഷ്മെന്റ് പേടിച്ച് എന്ത് ചെയ്യും, ഈ ഭരണാധികാരിയുടെ നിയമങ്ങൾ അല്ലെങ്കിൽ ഭരണാധികാരി പറയുന്ന കമാൻഡ്, ഉത്തരവുകൾ മറ്റുള്ളവരെ അനുസരിക്കും. അപ്പൊ അതിനെയാണ് ഒരു ലോ എന്ന് പറയുന്നത്. ലോ എന്ന് പറയുന്നത് ഒരു സോവറിൻ ആയിട്ടുള്ള ഒരു അതോറിറ്റി കാണും, അവിടെ പരമാധികാരമുള്ള ഒരു വ്യക്തിയുണ്ട്. ആ അതോറിറ്റി പറയുന്ന കമാൻഡ്, ഉത്തരവാണ് നിയമം എന്ന് പറയുന്നത്. അത് ചെയ്തില്ല എങ്കിൽ എന്തുണ്ട്, അവിടെ സാങ്ഷൻ ഉണ്ട്. സാങ്ഷൻ മീൻസ് പണിഷ്മെന്റും ഉണ്ട് എന്നാണ് പറയുന്നത്. സോ ഇതാണ് ഓസ്റ്റിന്റെ ഡെഫിനിഷൻ. കമാൻഡ് ഓഫ് എ സോവറിൻ ബാക്ക്ഡ് ബൈ ദ സാങ്ഷൻ എന്നുള്ളതാണ് ഓസ്റ്റിന്റെ ലോയെ കുറിച്ചുള്ള ഡെഫിനിഷൻ. അപ്പൊ അവിടെ കമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, സോവറിൻ ആണോ, സാങ്ഷൻ അവിടെ ഉണ്ടോ, ഇതൊക്കെ നോക്കിയാൽ എന്താണ്, ലോ കമാൻഡ് ആണ് ഒരു സോവറിന്റെ, പരമാധികാരമുള്ള ഒരു വ്യക്തിയുടെ കമാൻഡ് ആണ് ലോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓസ്റ്റിൻ ആണ് പറഞ്ഞത് എന്ന് ഓർത്തോളൂ. അനാലിറ്റിക്കൽ സ്കൂളാണ് കോൺസെപ്റ്റ് എന്ന് ഓർക്കാം. ഇനി ഓസ്റ്റിൻ രണ്ട് രീതിയിൽ ലോയിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഗോഡ് മെയ്ഡ് ചെയ്ത ലോസ്, ഗോഡ് മെയ്ഡ് ചെയ്ത ലോസ്. പിന്നെ മെൻ ടു മെൻ, മനുഷ്യന് വേണ്ടിയിട്ട് നിർമ്മിച്ച നിയമങ്ങൾ എന്നുള്ള രീതിയിൽ രണ്ട് രീതിയിൽ പറഞ്ഞായിരുന്നു. അപ്പൊ അതിൽ ഈ മെൻ ടു മെൻ, അത് മനുഷ്യർക്ക് വേണ്ടി നിർമ്മിച്ച നിയമത്തെയാണ് ഈ പോസിറ്റീവ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ അണ്ടറിലൊക്കെ, പോസിറ്റീവ് ലോ അല്ലെങ്കിൽ പോസിറ്റീവ് സ്കൂൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, പോസിറ്റീവ് ലോയുടെ കോൺസെപ്റ്റിന്റെ അണ്ടറിൽ ഓസ്റ്റിൻ പറയുന്നത്. ജസ്റ്റ് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ ഓസ്റ്റിൻ രണ്ട് രീതിയിൽ ലോയെ ക്ലാസിഫൈ ചെയ്തായിരുന്നു. ഗോഡ് മെയ്ഡ് ചെയ്തിട്ടുള്ള ലോസും മെന്നിന് മെയ്ഡ് ചെയ്തിട്ടുള്ള ലോസ് എന്നും പറഞ്ഞ്, അല്ല മാൻ മെയ്ഡ് ചെയ്ത ലോസിനെ പോസിറ്റീവ് സ്കൂൾ അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ലോ എന്നുള്ള അണ്ടറിൽ ഓസ്റ്റിൻ പറയുകയും ചെയ്തിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ അനാലിറ്റിക്കൽ സ്കൂൾ എന്ന് പറയുന്നത്. ഇന്നത്തെ നമ്മൾ നോക്കുന്നത് സോഷ്യോളജിക്കൽ സ്കൂളാണ്. അപ്പൊ സോഷ്യോളജിക്കൽ സ്കൂൾ ആ വാക്കിൽ തന്നെയുണ്ട്. സോഷ്യോളജിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ ലോയിനെയും സോഷ്യോളജിയുമായിട്ടുള്ള റിലേഷൻ ആണ് പറയുന്നത്. അപ്പൊ ഓരോ സ്കൂളുകളും നമ്മൾ പറഞ്ഞപ്പോഴും ലോ എന്തുമായിട്ടുള്ള റിലേഷനാ പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ലോയും സൊസൈറ്റിയുമായിട്ടുള്ള റിലേഷൻ, അങ്ങനെ ഓരോന്ന് കണക്ട് ചെയ്ത് പഠിച്ചു. അപ്പോൾ ഇവിടെ സോഷ്യോളജിക്കൽ സ്കൂളിൽ പറയുന്നത് റിലേഷൻ ബിറ്റ്വീൻ ലോ ആൻഡ് സോഷ്യോളജി, ലോയും സോഷ്യോളജിയും തമ്മിലുള്ള റിലേഷൻ. അതായത് ലോ വഴിയായിട്ട് എന്ത് ഇമ്പാക്റ്റ് ആണ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്നത്, അതായത് സൊസൈറ്റിയിൽ എന്ത് ഇമ്പാക്റ്റ് ആണോ ലോ വഴിയായിട്ട് ഉണ്ടാക്കുന്നത്, അതിനെയാണ് പറയുന്നത്. ഇപ്പൊ ലോ എന്ന് പറയുന്ന ഒരു സോഷ്യൽ ആയിട്ടുള്ള ഒരു ഫിനോമിനൻ ആണ്. അത് വഴിയായിട്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു പ്രിൻസിപ്പിൾസ് വഴിയായിട്ട് നമ്മൾ ഈ ഒരു കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നതൊക്കെ വഴിയായിട്ട് ലോ എന്ന് പറയുന്ന സൊസൈറ്റിയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നു. അതിനെ പറ്റിയുള്ള ഒരു പഠനമാണ് സോഷ്യോളജിക്കൽ ആയിട്ടുള്ള സ്കൂൾ എന്ന് പറയുന്നത്. അതായത് ലോ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട് സൊസൈറ്റി, അതായത് ലോ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന സൊസൈറ്റി ടു ദ നീഡ്സ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ വിത്ത് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ആവശ്യം എന്താണോ, അതായത് സൊസൈറ്റിയുടെ ആവശ്യകത എന്താണോ, നീഡ്സ് എന്താണോ, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ റിലേഷൻ എന്താണോ, സൊസൈറ്റിയുമായിട്ടുള്ള ലോയുടെ റിലേഷൻ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ആവശ്യകത എന്താണോ, നീഡ്സ് എന്താണോ, അതാണ് ലോ ആയിട്ട് പറയുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ ലോ എന്ന് പറയുന്ന സൊസൈറ്റി അണ്ടർസ്റ്റാൻഡ് ചെയ്യാണ് ഈ ഒരു സോഷ്യോളജിക്കൽ സ്കൂളിൽ ചെയ്യുന്നത്. ലോയിനെ സൊസൈറ്റിയുടെ നീഡ്സുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക. അതായത് മനുഷ്യരുടെ ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ താല്പര്യവും അതോടൊപ്പം തന്നെ ഒരു കൂട്ട ആളുകളില്ലേ പബ്ലിക്കിന്റെ താല്പര്യവും ഇതുമായിട്ട് കണക്ട് ചെയ്താണ് നമ്മൾ ഈ സോഷ്യോളജിക്കൽ സ്കൂൾ പറയുന്നത്. അപ്പൊ സോഷ്യോളജിക്കൽ സ്കൂളിലെ മെയിൻ ആയിട്ടുള്ള എക്സ്പോണന്റ് ആയിരുന്നു റോസ്കോ പോണ്ട്.
ഓക്കെ, റോസ്കോ പൗണ്ട് പറയുന്നത് അതിന്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു സോഷ്യൽ എഞ്ചിനീയറിംഗ്. റോസ്കോ പൗണ്ടിന്റെ ഒരു തിയറി അല്ലെങ്കിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറി എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറി. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറി എന്ന് പറഞ്ഞാൽ പ്രിപ്പൗണ്ട് ചെയ്ത് ആരാണ് അല്ലെങ്കിൽ ആരുടെ കോൺസെപ്റ്റ് ആണെന്നൊക്കെ ചോദിച്ചാൽ റോസ്കോ പൗണ്ടിന്റെ ആണ്. അത് ഏത് സ്കൂളിൽ വരുന്നതാണ്? സോഷ്യോളജിക്കൽ സ്കൂളിൽ വരുന്നതാണ്. ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറി എന്ന് പറയുന്നത് സിംപ്ലി ഇത്രേ ഉള്ളൂ, രണ്ട് ഇൻട്രസ്റ്റുകൾ കാണും. അതായത് ഒരു വ്യക്തിയുടെ താല്പര്യവും കാണും, പൊതുവായിട്ടുള്ള പബ്ലിക്കിന്റെ താല്പര്യവും കാണും. അപ്പൊ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറി വഴിയായിട്ട് പറയുന്നത് ലോ എന്ന് പറയുന്നത് ഈ രണ്ട് ഇൻട്രസ്റ്റുകളെയും ബാലൻസ് ചെയ്യണം. അതായത് രണ്ട് ഇൻട്രസ്റ്റുകളും വരുമ്പോൾ സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റും വരുന്നുണ്ട്, പൊതു ആളുകളുടെ ഇൻട്രസ്റ്റും വരുന്നുണ്ട്, പൊതു താല്പര്യമുണ്ട്, ഒരു വ്യക്തിയുടെ താല്പര്യമുണ്ട്. അപ്പൊ ഇത് രണ്ടും ബാലൻസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യണം. ഇൻ കേസ് ഇത് ബാലൻസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു വ്യക്തിയുടെ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിന്റെ ഇൻട്രസ്റ്റും പിന്നെ എന്താ ഈ പറഞ്ഞ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റും പൊതുവായിട്ടുള്ള താല്പര്യവും ഇൻഡിവിജ്വലിന്റെ ഇൻട്രസ്റ്റും അതോടൊപ്പം തന്നെ പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റും കൂടി കോൺഫ്ലിക്ട് ചെയ്യുക. അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റിംഗ് സിറ്റുവേഷൻ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ ഏതായിരിക്കണം അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പബ്ലിക്കിന്റെ ആ ഒരു ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി പ്രൈവറ്റിന്റെ ചില ഇൻട്രസ്റ്റുകളെ റിസ്ട്രിക്ട് ചെയ്തുകൊണ്ട് തടയുന്നതും കൊണ്ട് കുഴപ്പമില്ല എന്നാണ് ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറി പറയുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറിയിൽ റോസ്കോ പൗണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: ലോ ഷാൽ കണ്ടെയ്ൻ ഹാർമണി എമോങ് സൊസൈറ്റി. ലോ എന്ന് പറയുന്നത് എന്തായിരിക്കണം? സൊസൈറ്റിയിൽ അവിടെ ഒരു ഹാർമണി ഉണ്ടാക്കിയിരിക്കണം, ഒരു ഒത്തൊരുമയൊക്കെ ഉണ്ടാക്കിയിരിക്കണം. എന്തിനു വേണ്ടി? ടു ഹാർമണൈസ് ദ ലോ ആൻഡ് സൊസൈറ്റി. ലോയും സൊസൈറ്റിയും തമ്മിൽ ഹാർമണൈസ് ചെയ്യുന്നതായിരിക്കണം എന്നാണ് ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറിയിൽ പറയുന്നത്. സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറി പറയുന്നത് ലോയും സൊസൈറ്റിയും തമ്മിൽ ഒരു ഹാർമണൈസേഷൻ വേണം, അതുകൊണ്ട് തന്നെ ഒരു ഒരുമ വേണം എന്നുള്ള രീതിയാണ് പറയുന്നത്. സൊസൈറ്റിയെ ബാലൻസ് ചെയ്യുന്നതായിരിക്കണം ലോ. ലോ എന്തിനു വേണ്ടിയിട്ടുള്ളതായിരിക്കണം? സൊസൈറ്റിയെ ബാലൻസ് ചെയ്യാൻ. എന്ത് സൊസൈറ്റിയിൽ എന്താ ബാലൻസ് ചെയ്യേണ്ടത്? ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും അതുപോലെ തന്നെ സോഷ്യൽ ഇൻട്രസ്റ്റും അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻട്രസ്റ്റ്, പബ്ലിക് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയും. ഒരു വ്യക്തിയുടെ താല്പര്യവും അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വലിന്റെ താല്പര്യവും പബ്ലിക്കിന്റെ താല്പര്യവും ഇത് രണ്ടും കൂടി ഒരു കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? പബ്ലിക്കിന്റെ താല്പര്യത്തിന്, കൂടുതൽ ആളുകളുടെ താല്പര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ അതുവഴിയായിട്ട് ഒരു പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നത് വഴിയായിട്ട് ഒരു പ്രൈവറ്റ് പേഴ്സന്റെ റൈറ്റ് അവിടെ വയലേറ്റ് ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും അവിടെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു വ്യക്തിയുടെ താല്പര്യം മാത്രം നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആളുകളുടെ റൈറ്റ്സ് അവിടെ വയലേറ്റ് ആവും. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതു നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഒരു പ്രൈവറ്റിന്റെ റൈറ്റ് റെസ്ട്രിക്ട് ചെയ്താലും കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് രണ്ടും കൂടി ബാലൻസ് ചെയ്യുന്നതായിരിക്കണം. ഇൻ കേസ് കോൺഫ്ലിക്റ്റ് വരികയാണെങ്കിൽ മാത്രം അവിടെ എന്ത് ചെയ്യാം? പ്രൈവറ്റിന്റെ ഇൻട്രസ്റ്റ് റെസ്ട്രിക്ട് ചെയ്തിട്ട് പബ്ലിക്കിന്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാം. ഇതാണ് പറയുന്നത് സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറിയിൽ പറയുന്നത് ലോ ഹാർമണൈസ് ചെയ്യണം ലോയിനെയും സൊസൈറ്റിനെയും, അതായത് ഈ രണ്ട് ഇൻട്രസ്റ്റുകളെ തമ്മിൽ, പബ്ലിക് ഇൻട്രസ്റ്റും പ്രൈവറ്റ് ഇൻട്രസ്റ്റും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും സോഷ്യൽ ഇൻട്രസ്റ്റും തമ്മിൽ ബാലൻസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു സപ്പോർട്ടർ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ഓഗസ്റ്റേ കോംറ്റെ. അപ്പൊ ഓഗസ്റ്റേ കോംറ്റെ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ഒരു സ്കൂളിന്റെ ഫൗണ്ടർ ആയിരുന്നു ഇദ്ദേഹം. അപ്പൊ ആരായിരുന്നു സോഷ്യോളജിക്കൽ സ്കൂൾ അല്ലെങ്കിൽ സോഷ്യോളജിക്കൽ സ്കൂളിന്റെ ഫൗണ്ടർ ആയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഓഗസ്റ്റേ കോംറ്റെ ആണെന്ന് ഓർക്കാം കേട്ടോ. ഓഗസ്റ്റേ കോംറ്റെ ആണ് ഫൗണ്ടർ ആയിട്ടുള്ള വ്യക്തി. സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറിയുടെ ഫൗണ്ടർ ആരാ, പ്രിപ്പോണ്ടർ ആരാണെന്ന് ചോദിച്ചാൽ റോസ്കോ പൗണ്ട്. ഫൗണ്ടർ ഓഫ് സോഷ്യോളജിക്കൽ സ്കൂളിന്റെ ഫൗണ്ടർ ആരാ? ഓഗസ്റ്റേ കോംറ്റെ ആണ്. അദ്ദേഹത്തിന്റെ ഒരു തിയറിയാണ് ഓർഗാനിക് തിയറി എന്ന് പറയുന്നത്. പ്രൊപ്പൗണ്ട് ചെയ്ത ഒരു തിയറിയാണ് ഓർഗാനിക് തിയറി. ഓർഗാനിക് തിയറി എന്ന് പറയുന്നത് സൊസൈറ്റി എപ്പോഴും ഒരു ഓർഗാനിസത്തെ പോലെയാണെന്നാണ് പറയുന്നത്. ഒരു ഓർഗാനിസത്തെ പോലെയാണ് സൊസൈറ്റി എന്ന് പറയാൻ കാരണം അതിങ്ങനെ ഒരു എന്താ പറയാ, സൊസൈറ്റി എപ്പോഴും ഈ ഒരു വളർന്ന് നറിഷ് ചെയ്ത് വരുന്നത് പോലെ തന്നെ ഒരു ഓർഗാനിസത്തെ പോലെ ഇങ്ങനെ നറിഷ് ചെയ്ത് ഓർഗാനിസം നറിഷ് ചെയ്ത് വരില്ലേ, അതുപോലെ തന്നെ സൊസൈറ്റിയും ഇങ്ങനെ നറിഷ് ചെയ്ത് ഗ്രോ ചെയ്ത് വളർന്നു വരുന്നതാണ് എന്നാ പറയുന്നത്. കണ്ടോ, സൊസൈറ്റി സെയിം ആസ് ഒരു ഓർഗാനിസത്തെ പോലെയാണ്. ഇറ്റ് ക്യാൻ ഗ്രോ ഇഫ് അസിസ്റ്റഡ് ആൻഡ് നർച്ചേർഡ് വിത്ത് ദ സയന്റിഫിക് നറിഷിങ്. അപ്പൊ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ നറിഷ് ചെയ്ത് വളർത്തിയെടുക്കുകയാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ വേണ്ടതായ ആ ഒരു നർച്ചർ ചെയ്ത് എടുക്കുകയാണ് എങ്കിൽ അത് ഗ്രോ ചെയ്യും എന്നാണ് പറയുന്നത്. ആ ഒരു ഓർഗാനിസം പോലെ തന്നെയാണ് സമൂഹവും എന്ന് പറയുന്നത്. ദെൻ ഇനി അദ്ദേഹത്തിന്റെ ഒരു ഫേമസ് ബുക്കാണ് ദ കോഴ്സ് ഓഫ് പോസിറ്റീവ് ഫിലോസഫി എന്ന് പറയുന്നത്. ആ ബുക്കിന്റെ പേരൊന്ന് ഓർത്തിരിക്കുക. ഓഗസ്റ്റേ കോംറ്റെയുടെ ഒരു ഫേമസ് വർക്കാണ് കോഴ്സ് ഓഫ് പോസിറ്റീവ് ഫിലോസഫി. ഇനി ലോ എന്ന് പറയുന്നത് ഇദ്ദേഹം 3 സ്റ്റേജസിലായിട്ടാണ് പറഞ്ഞത്. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. തിയോളജിക്കൽ സ്റ്റേജ്, മെറ്റാഫിസിക്കൽ സ്റ്റേജ്, പോസിറ്റീവ് സ്റ്റേജ്, ഇങ്ങനെ 3 സ്റ്റേജസിൽ ലോയെ ക്ലാസിഫൈ ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓഗസ്റ്റേ കോംറ്റെയുടെ പേര് എഴുതുക. നെക്സ്റ്റ് ആള് വരുന്നതാണ് ഡ്യൂഗിറ്റ്. അപ്പൊ ഡ്യൂഗിറ്റിന്റെ പേര് വരുന്നത് അടുത്ത ഒരു സപ്പോർട്ടർ ആയിരുന്നു, സോഷ്യോളജിക്കൽ സ്കൂളിന്റെ സപ്പോർട്ടർ ആയിരുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ തിയറി എന്താ? സോഷ്യൽ സോളിഡാരിറ്റി തിയറി. അപ്പൊ നിങ്ങൾ സോഷ്യോളജിക്കൽ സ്കൂൾ പറയാൻ നേരത്തെ ഓരോരുത്തരും ഓരോ തിയറീസ് കൊണ്ടുവരുന്നുണ്ട്. ഇതിപ്പോ കണ്ടോ, റോസ്കോ പൗണ്ട് സോഷ്യൽ എഞ്ചിനീയറിംഗ് തിയറിയാണ്, ഇത് മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ഓഗസ്റ്റേ കോംറ്റെ കൊണ്ടുവന്ന ഓർഗാനിക് തിയറിയാണ്. ഇതെന്താ?
ഡിഗിറ്റ് കൊണ്ടുവന്നത് ലോയുടെ സോഷ്യൽ സോളിഡാരിറ്റി തിയറി. അപ്പൊ ഓരോരുത്തരും ഈ ലോയെ സംബന്ധിച്ച് ഓരോ തിയറീസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഡിഗിറ്റ് കൊണ്ടുവന്ന സോഷ്യൽ സോളിഡാരിറ്റി തിയറി. അതായത് സോഷ്യൽ സോളിഡാരിറ്റി തിയറി എന്ന് പറഞ്ഞാൽ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു ഐക്യദാർഢ്യം ഉണ്ടാക്കണം എന്ന് പറയില്ലേ, അതാണ് പറയുന്നത്. അപ്പൊ സോഷ്യൽ സോളിഡാരിറ്റി തിയറിയിൽ ഇദ്ദേഹം പറയുന്ന ഡിഗിറ്റ് പറയുന്നത് എന്തായിരുന്നു വെച്ചാൽ ലോയ്ക്ക് ഒരു ഒബ്ജക്റ്റീവ് ഉണ്ട്, അല്ലെങ്കിൽ ലോയ്ക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്, കടമയുണ്ട്. എന്ത്? സോഷ്യൽ സോളിഡാരിറ്റി പ്രൊമോട്ട് ചെയ്യുക, എല്ലായിടത്തും സോഷ്യൽ സോളിഡാരിറ്റി പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ലോയുടെ ആ ഒരു ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇൻ കേസ് ലോ ഈ പറയുന്ന സോഷ്യൽ സോളിഡാരിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രൊമോഷൻ, അതിന്റെ ആ ഒരു ഡ്യൂട്ടി അവിടെ ചെയ്യുന്നില്ല എങ്കിൽ അതിനെ ലോ എന്ന് വിശേഷിപ്പിക്കാനേ പറ്റില്ല, അല്ലെങ്കിൽ ലോ എന്ന് വിളിക്കാനേ പറ്റില്ല എന്നാണ് ഡിഗിറ്റ് പറയുന്നത്. അപ്പൊ സോഷ്യൽ സോളിഡാരിറ്റി എന്ന് പറഞ്ഞാൽ സാമൂഹ്യമായിട്ടുള്ള ഒരു ഐക്യദാർഢ്യം, അത് ഉണ്ടാക്കിയില്ല എങ്കിൽ, ആ ഒബ്ജക്റ്റ് ആ ഡ്യൂട്ടി ലോ ചെയ്തിട്ടില്ലെങ്കിൽ അതിനെ ലോ എന്ന് വിളിക്കാനേ പറ്റില്ല എന്നാണ് ഡിഗിറ്റ് പറയുന്നത്. ഇനി അടുത്തത് എൽറിച്ച് ആണ്. എൽറിച്ച്, അപ്പൊ എൽറിച്ച് എന്ന് പറഞ്ഞാൽ ലിവിങ് ലോ. അപ്പൊ ലിവിങ് ലോ എന്നുള്ള, അപ്പൊ ലോയെ ടേം ചെയ്തിട്ടുള്ളത് ലിവിങ് ലോ എന്നായിരുന്നു. അപ്പൊ ലോ ഒരു ലിവിങ് ലോ ആണെന്നും പറഞ്ഞാണ് ടേം ചെയ്തത്. അപ്പൊ ലോയെ ലിവിങ് ലോ ആയിട്ട് ടേം ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള പേഴ്സൺ ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആരെ എഴുതും? എൽറിച്ച് എന്ന് പറയുന്ന ജൂറിസ്റ്റ് ആണ് ഉള്ളത്. അപ്പൊ ലോ ഈസ് ഒറിജിനേറ്റഡ് ഫ്രം ദി സൊസൈറ്റി. കാരണം എന്താ, ഒരു ലിവിങ് ലോ ആണ് എന്ന് പറയാൻ കാരണം ലോ സൊസൈറ്റിയിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്താണ്, അതല്ലാതെ കോടതിയോ ലെജിസ്ലേഷൻസോ വഴിയായിട്ട് ഒന്നും ഒറിജിനേറ്റ് ചെയ്തതല്ല, സമൂഹത്തിൽ നിന്നും വളർന്നു വന്നതാണ് ഈ പറയുന്ന നിയമം എന്നാണ് എൽറിച്ച് പറഞ്ഞിട്ടുള്ളത്. എൽറിച്ച് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, സമൂഹത്തിൽ നിന്നാണ് വളർന്നു വന്നത് ലോ എന്ന് പറയുന്നത്, അതല്ലാതെ കോടതി ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ലെജിസ്ലേഷൻസ് ഉണ്ടാക്കി വെച്ച ലെജിസ്ലേഷൻസിനെ ഒന്നും അല്ല നമ്മൾ നിയമം എന്ന് പറയുന്നത്. നിയമം എന്ന് പറയുന്നത് ലിവിങ് ലോ ആണ്, അത് ജീവിച്ചിരിക്കുന്ന ലോ ആണ് അല്ലെങ്കിൽ ലിവിങ് ലോ ആണ് എന്നൊക്കെ പറയാൻ കാരണം എന്തുകൊണ്ടാ, ഈ പറയുന്ന സൊസൈറ്റിയിൽ നിന്ന് തന്നെ ഇത് വളർന്നു വന്നു, സൊസൈറ്റി വളരുന്ന അനുസരിച്ച് ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ഒരു കോൺസെപ്റ്റ്, ലിവിങ് ലോ ആണെന്നുള്ളത്. അപ്പൊ സൊസൈറ്റിയുടെ, അതായത് സൊസൈറ്റി ആണ് ലോയുടെ ഏറ്റവും മെയിൻ സോഴ്സ് ഓഫ് ഓർഗനൈസേഷൻ ഓഫ് ലോ. ലോ വളരാനുള്ള അല്ലെങ്കിൽ ലോയുടെ ഓർഗനൈസേഷനിലുള്ള ആ ഒരു പൂർണ്ണതയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്ന സൊസൈറ്റിയാണ്, സമൂഹമാണ് എന്നുള്ള രീതിയിൽ ആ സോഷ്യോളജിക്കൽ സ്കൂളുമായി കണക്ട് ചെയ്ത് എൽറിച്ചും അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നത്, സൊസൈറ്റി ആണ് ലോയുടെ മെയിൻ സോഴ്സ് എന്ന് എൽറിച്ച്. അപ്പൊ ഇതിൽ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കാം കേട്ടോ. ഇനി അടുത്ത ആളാണ് റുഡോൾഫ് വാൻ ഇഹറിങ്. ഇഹറിങ് എന്നാണ് പുണ്യം വരുമ്പോൾ റുഡോൾഫ് വാൻ ഇഹറിങ് എന്ന് പറയും. ഇദ്ദേഹമാണ് മോഡേൺ സോഷ്യോളജിക്കൽ സ്കൂളിന്റെ ഫാദർ. ഓർത്തിരിക്കുക, മോഡേൺ സോഷ്യോളജിക്കൽ സ്കൂളിന്റെ ഫാദർ ആരാണെന്ന് ചോദിച്ചാൽ റുഡോൾഫ് വാൻ ഇഹറിങ് ആണ്. മോഡേൺ സോഷ്യോളജിക്കൽ സ്കൂളിന്റെ ഫാദർ ആണ് റുഡോൾഫ് വാൻ ഇഹറിങ് എന്ന് പറയുന്നത്. ഇദ്ദേഹം എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്? സോഷ്യൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണ് എംഫസൈസ് കൊടുത്തത്, ഇമ്പോർട്ടൻസ് കൊടുത്തത് സോഷ്യൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ. എന്താ സോഷ്യൽ ഇൻട്രസ്റ്റ്? സമൂഹത്തിന്റെ താല്പര്യം. അപ്പൊ ഇൻഡിവിജ്വലിന്റെ ഇൻട്രസ്റ്റിനേക്കാളും, ഒരു വ്യക്തിയുടെ താല്പര്യത്തെക്കാളും കൂടുതൽ സൊസൈറ്റിയുടെ താല്പര്യത്തിന്, സോഷ്യൽ ഇൻട്രസ്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറഞ്ഞ വ്യക്തിയായിരുന്നു, എംഫസൈസ് കൊടുത്ത ഒരു വ്യക്തിയായിരുന്നു റുഡോൾഫ് വാൻ ഇഹറിങ് എന്ന് പറയുന്നത്. സോഷ്യോളജിക്കൽ സ്കൂളിന്റെ, മോഡേൺ സോഷ്യോളജിക്കൽ സ്കൂളിന്റെ ഫാദർ എന്നറിയപ്പെടുന്നത്. സോഷ്യൽ ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യുക എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ്. ഇൻഡിവിജ്വലിന്റെ ഇൻട്രസ്റ്റിനേക്കാളും സമൂഹത്തിന്റെ ആ ഒരു താല്പര്യമായിരിക്കണം സ്റ്റേറ്റ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, സ്റ്റേറ്റിന്റെ കടമയാണ് എന്ന് പറഞ്ഞതാണ് റുഡോൾഫ് വാൻ ഇഹറിങ്. അപ്പൊ ഇത്ര ഓർത്തിരിക്കുക, സോഷ്യോളജിക്കൽ ആയിട്ടുള്ള സ്കൂളില് ലോയെ സോഷ്യോളജിയുമായിട്ട് റിലേറ്റ് ചെയ്താണ് കേട്ടോ. ലാസ്റ്റ് സ്കൂളാണ് നോക്കുന്നത്, റിയലിസ്റ്റ് സ്കൂള്. റിയലിസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് അമേരിക്കൻ ജൂറിസ്പ്രുഡൻസിൽ നിന്നാണ് ഇവോൾവ് ചെയ്തത്. ഇപ്പൊ റിയലിസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്ത് വന്നത് എവിടെ നിന്നാണ് വന്നത്? അമേരിക്കൻ ജൂറിസ്പ്രുഡൻസിൽ നിന്നാണ് വന്നത്. ഇനി റിയലിസം എന്ന് പറയുന്ന വാക്കിന്റെ മീനിങ് റിലേറ്റിംഗ് ടു ദ വേൾഡ് ആസ് ഇറ്റ് ഓപ്പറേറ്റ്സ്, അതായത് പ്രസന്റ് ആയിട്ടുള്ള വേൾഡ് അല്ലെങ്കിൽ കറന്റ് ആയിട്ടുള്ള വേൾഡ്, യഥാർത്ഥ വേൾഡ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ളത്, സാമ്യമുള്ളതായിട്ടുള്ള കാര്യങ്ങൾ, ലോ റിലേറ്റിംഗ് ടു ദ പ്രസന്റ് ആയിട്ടുള്ള വേൾഡ് അല്ലെങ്കിൽ ലോ റിലേറ്റിംഗ് ടു ദ വേൾഡുമായി ബന്ധപ്പെട്ട ലോ എങ്ങനെയാണ് ഈ പറയുന്ന വേൾഡ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് ഈ ഒരു റിയലിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ പറയുന്നത്. വേൾഡ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അതിന്റെ ആ ഒരു കറന്റ് സിസ്റ്റം എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ റിയൽ വേൾഡുമായി ബന്ധപ്പെട്ടത് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ റിയലിസത്തിൽ പറയുന്നത്. എന്താണോ വേൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. ഈ റിയലിസ്റ്റിക് സ്കൂൾ എന്നും ലീഗൽ റിയലിസം എന്നും അമേരിക്കൻ റിയലിസം എന്നും മോഡേൺ തിയറി എന്നും അമേരിക്കൻ സ്കൂൾ എന്നും ഒക്കെ ഇതിനെ അറിയപ്പെടും. റിയലിസ്റ്റ് സ്കൂളിന്റെ മറ്റു പേരുകളാണ്, റിയലിസ്റ്റ് സ്കൂളിന്റെ മറ്റു പേരുകൾ വഴിയായിട്ട് അറിയപ്പെടുന്നതാണ് റിയലിസ്റ്റിക് സ്കൂൾ എന്നും ലീഗൽ റിയലിസം എന്നും അമേരിക്കൻ റിയലിസം എന്നും മോഡേൺ തിയറി, അമേരിക്കൻ സ്കൂൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഇനി റിയലിസ്റ്റിക് സ്കൂൾ അല്ലെങ്കിൽ റിയലിസ്റ്റ് സ്കൂൾ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ആയിട്ടാണ് പറയുന്നത്. ഒന്ന് അമേരിക്കൻ റിയലിസ്റ്റ് സ്കൂളും രണ്ട് സ്കാൻഡിനേവിയൻ റിയലിസ്റ്റ് സ്കൂളും. ജസ്റ്റ് മനസ്സിലാക്കിയിരുന്ന ഒരു രണ്ട് ടൈപ്പ് ഉണ്ടെന്ന്, അമേരിക്കൻ റിയലിസ്റ്റ് സ്കൂളും സ്കാൻഡിനേവിയൻ റിയലിസ്റ്റ് സ്കൂളും.
ഇനി ആക്ച്വൽ ആയിട്ടുള്ള വർക്കിംഗ് ഓഫ് ലോ എന്താണ്, അല്ലെങ്കിൽ ലോ എങ്ങനെയാണ് ഈ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഈ ഒരു റിയലിസ്റ്റ് സ്കൂളിൽ പഠിക്കുന്നത്. സ്റ്റഡീസ് ദ ആക്ച്വൽ വർക്കിംഗ് ഓഫ് ലോ എങ്ങനെയാണ് എന്നാണ് പഠിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡെഫിനിഷൻ ഓഫ് ലോയുടെ ട്രഡീഷണൽ പണ്ട് ഫോളോ ചെയ്തിരുന്ന ആ ഒരു ഡെഫിനിഷൻ ഇവര് ഈ ഒരു റിയലിസ്റ്റ് സ്കൂള് റിജക്ട് ചെയ്തിട്ടുണ്ട്. അവരത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവരത് അംഗീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, അവരത് റിജക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ലോയുടെ പണ്ടത്തെ ഡെഫിനിഷൻ ആയിട്ട് പറയുന്നത് കുറച്ച് ലോ എന്ന് പറയുന്നത് കുറച്ച് ബോഡി ഓഫ് റൂൾസ് ആൻഡ് പ്രിൻസിപ്പിൾസ് ആണ്, കുറച്ച് ബോഡി ഓഫ് റൂൾസും പ്രിൻസിപ്പിൾസും ആണ്. അതാണ് എൻഫോഴ്സിബിൾ ആക്കി എടുക്കുന്നത്, ലോ ആയിട്ട് എൻഫോഴ്സ് ആക്കി എടുക്കുന്നത് കുറച്ച് ബോഡി ഓഫ് റൂൾസും പ്രിൻസിപ്പിൾസ് ആണ്. അപ്പൊ ഇതെന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ബോഡി ഓഫ് റൂൾസും പ്രിൻസിപ്പിൾസും ഒന്നും അല്ല ലോ എന്ന് പറഞ്ഞ് ഈ ഒരു ഡെഫിനേഷനെ റിജക്ട് ചെയ്യുകയാണ് ഈ സ്കൂൾ ചെയ്തത്. അപ്പൊ ഇവര് പറഞ്ഞത് ലോ ഇമാനേറ്റഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലോ ഇമാനേറ്റഡ് ചെയ്ത് എടുക്കുന്നത് ജഡ്ജസിൽ നിന്നാണ് വരുന്നത്. ലോ എവിടെ നിന്നാണ് വരുന്നത്? ജഡ്ജസ് വഴിയായിട്ട്, അല്ലെങ്കിൽ ജഡ്ജസ് എന്താണോ ചെയ്യുന്നത്, വാട്ട് കോർട്ട് ഡു അല്ലെങ്കിൽ കോർട്ട് എന്താണോ ചെയ്യുന്നത് അതാണ് ഈ പറയുന്ന ലോ ആയിട്ട് വരുന്നത് എന്നാണ് റിയലിസ്റ്റ് സ്കൂള് പറയുന്നത്. ജഡ്ജസിൽ നിന്നാണ് ഇമാനേറ്റ് ചെയ്യുന്നത് എന്നാണ് കേട്ടോ പറയണേ. ഇനി ഇതിനെ സപ്പോർട്ട് ചെയ്ത വ്യക്തികളുടെ പേര് ഓർത്ത് വയ്ക്കുക. റിയലിസ്റ്റ് സ്കൂളിന്റെ ഹോംസ്, ഗ്രേസ്, ഫ്രാങ്ക്. അപ്പൊ ഈ ഹോംസ് ഇതിനെ സപ്പോർട്ട് ചെയ്തെന്ന് ചോദിച്ചാൽ റിയലിസ്റ്റ് സ്കൂളാന്ന് ഓർക്കുക, ഗ്രേസ് അതുപോലെ തന്നെ ഫ്രാങ്കും. ഇതില് ഹോംസ് എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞത് ലോ എന്ന് പറയുന്നത് വാട്ട് ജഡ്ജസ് ഡു, അതായത് ജഡ്ജസ് എന്താണോ ചെയ്യുന്നത് അതാണ് ലോ എന്നാണ് ഹോംസ് പറഞ്ഞിരുന്നത്. ഇനി ഗ്രേസ് പറഞ്ഞത് ലോ ഈസ് വാട്ട് ജഡ്ജസ് ഡിസൈഡ്, ജഡ്ജ് എന്താണോ ഡിസൈഡ് ചെയ്യുന്നത്, ജഡ്ജസ് എന്താണോ ഡിസൈഡ് ചെയ്യുന്നത് അതിനെയാണ് ലോ എന്ന് പറയുന്നത് എന്നാണ് ഗ്രേസും പറഞ്ഞത്. ഇനി ഫ്രാങ്ക് എന്താ പറഞ്ഞത്? ഫ്രാങ്ക് പറഞ്ഞത് ലോയിനെയും ജൂറിസ്പ്രുഡൻസിനെയും തമ്മിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുകയായിരുന്നു. ലോയും ജൂറിസ്പ്രുഡൻസും തമ്മിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്രാങ്ക് എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം ലോ ആൻഡ് മോഡേൺ മൈൻഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കിലാണ് ലോയും ജൂറിസ്പ്രുഡൻസിനെയും തമ്മിൽ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. ബുക്കിന്റെ പേര് ഓർത്തോ, ലോ ആൻഡ് മോഡേൺ മൈൻഡ് 1930 ബുക്കായിരുന്നു. അപ്പൊ ഈ ഫ്രാങ്കിന്റെ അഭിപ്രായത്തിൽ ലോ എന്ന് പറയുന്ന അൺസേർട്ടൈൻ ആണ്, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ, നമുക്ക് ഊഹിക്കാൻ പറ്റില്ല, അതിനൊരു ലീഗൽ ആയിട്ടുള്ള ഒരു മിത്താണെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ലോ എന്ന് പറയുന്ന അൺസേർട്ടൈൻ ആണ്. ദ സെർട്ടിനിറ്റി എന്ന് പറയുന്നത്, അപ്പൊ ലോയുടെ ആ ഒരു സെർട്ടിനിറ്റി ഓഫ് ലോ എന്ന് പറഞ്ഞ ഒരു ലീഗൽ ആയിട്ടുള്ള മിത്താണെന്ന് പറഞ്ഞത്. സെർട്ടിനിറ്റി ഓഫ് ലോ എന്ന് പറയുന്ന ഒരു ലീഗൽ ആയിട്ടുള്ള മിത്താണെന്നാണ് ഫ്രാങ്ക് പറഞ്ഞിരുന്നത്. അദ്ദേഹവും ഈ പറയുന്ന റിയലിസ്റ്റ് സ്കൂളിനെ സപ്പോർട്ട് ചെയ്താണ്. അപ്പൊ എന്താണ് വാട്ട് അല്ലെങ്കിൽ റിലേറ്റിംഗ് ടു ദ വേൾഡ് ആസ് ഇറ്റ്സ് ഓപ്പറേറ്റ്, വേൾഡ് എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതിനെ സംബന്ധിച്ചിട്ടുള്ള ആ ഒരു സ്റ്റഡി, അതാണ് ഈ റിയലിസം എന്ന് പറയുന്നത്. ആക്ച്വൽ ആയിട്ടുള്ള വർക്കിംഗ് ഓഫ് ലോ എന്താണെന്നാണ് ഈ റിയലിസത്തിൽ പഠിക്കുന്നത്. ഇതേ സപ്പോർട്ട് ചെയ്ത വ്യക്തികളുടെ പേര് ഓർക്കുക. അമേരിക്കൻ ജൂറിസ്പ്രുഡൻസിൽ നിന്നാണ് ഇത് ഇവോൾവ് ചെയ്തതെന്ന് ഓർക്കുക. 2 ടൈപ്പ് ഓഫ് റിയലിസം ഉണ്ടെന്ന് നോക്കാം. അപ്പൊ ഇത്രയൊക്കെ നോക്കി വെക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസ്. ഒരു വലിയ ടോപ്പിക് ആണ്, പക്ഷെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പോകണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ജൂറിസ്പ്രുഡൻസിന്റെ സ്കൂൾസ് ഓഫ് ജൂറിസ്പ്രുഡൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഓരോരുത്തരും ഏതൊക്കെയാണ് സ്കൂളുകൾ പ്രിപ്പൗണ്ട് ചെയ്ത് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ, അവരുടെ കോൺസെപ്റ്റുകൾ, അവരുടെ തിയറീസ് സംബന്ധമായിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കിയിട്ട് പോവുക. അപ്പോൾ ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ മാക്സിമം ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ. എനിക്ക് വേറെ കുറച്ച് തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. കോളേജിലെ കുറച്ച് വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് സെമ്മാണ് എല്ലാം നിങ്ങൾക്ക് അറിയാമെന്ന് തോന്നുന്നു. അപ്പോൾ ലാസ്റ്റ് സെം ആയതുകൊണ്ട് തന്നെ 4th സെമ്മിൽ അപ്പോൾ അതിൻ്റെ കുറച്ച് ഡിസർട്ടേഷനും വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കുള്ളത് കൊണ്ടാണ് വീഡിയോ എപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ കിട്ടുന്ന സമയങ്ങളിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. മാക്സിമം പറ്റുന്നത്രോളം നിങ്ങൾക്ക് എക്സാം വരെയുള്ള സമയങ്ങളിൽ ചെയ്തു തരുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾ വീഡിയോസ് കാണുക, ഹെൽപ്ഫുൾ ആകുക, പഠിക്കുക.